ജ്ഞാനാഞ്ജനശലായ ജന തസ്മൈ ശ്രീ ഗുരുവേ നമ. തസ്മൈ ശ്രീ ഗുരുവേ നമം. തപ്തഃ ജനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമി. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമികം. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖ നരസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമികം. ശ്രീ ശ്രീ നരസിംഹ ഭഗവാൻ കി ജയ്, നരഹരി കി ജയ്, പ്രഹ്ലാദ് മഹാരാജ് കി ജയ്. ജയ 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 ശ്രീ രാധേശ്യാം. നമ്മൾ ഇന്നലെ വരെ പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രകേതുവിന്റെ കഥയാണ്. ആദ്യം ദശചരിതം നമ്മൾ പഠിച്ചു, പിന്നെ ചിത്രകേതുവിന്റെ കഥയാണ്. ചിത്രകേതുവിന്റെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നമ്മൾ 5 ശ്ലോകം കഴിഞ്ഞു. ഇനി 6ാമത്തെ ശ്ലോകമാണ്. ദശകം 23 നമ്മൾ പറയുന്നത്. ചിത്രകേതുവിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2-3 ദിവസം കൊണ്ട് തന്നെ അത് തന്നെ ആവർത്തിക്കുന്നത്. ചിത്രകേതു ഒരു രാജാവായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഭാര്യമാരുണ്ടെങ്കിലും മക്കളില്ലായിരുന്നു. ആ കുട്ടി ഒരു അങ്കിരസും നാരദ മുനിയും കൂടെ വന്നിട്ട് യാഗം നടത്തിയ ഒരു കുട്ടി ഉണ്ടായി. അത് ആ പട്ടമഹർഷിയിലാണ് ഉണ്ടായത്. പിന്നെ കുട്ടി ഉണ്ടായതിനു ശേഷം രാജാവും ഈ കുട്ടിയുടെ ഭാര്യയുടെ അടുത്ത് മാത്രം, അതിന്റെ അമ്മയുടെ അടുത്ത് മാത്രമേ പോകുള്ളായിരുന്നു. അന്യ ഭാര്യമാർക്ക് അസൂയാലുക്കളായി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? കുട്ടിയെ വിഷം കൊടുത്ത് കൊല്ലിച്ചു. രാജാവിനും രാജ്ഞിക്കും വളരെ ദുഃഖമായി. രാജാവ് ബോധം കെട്ട് വീണു. രാജകാര്യങ്ങളിൽ ഒന്നും ഒരു ശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോ അങ്കിരസും നാരദമുനി പിന്നെ അവിടെ വന്നു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ രാജാവിന് കുറെ തത്വോപദേശം കൊടുത്തു. പക്ഷെ അതൊന്നും ഫലവത്തായില്ല. ഫലവത്താവാത്തത് കൊണ്ട് രാജാവ് അങ്കിരസ് എന്ത് പറഞ്ഞു? നാരദമുനി പറഞ്ഞു, എന്നെ തൊട്ടുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ആത്മാവിനെ വിളിക്കുക, ആത്മാവായിട്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ആത്മാവിനെ വിളിച്ചു വരുത്തി നാരദ മഹർഷി അങ്കിരസും കൂടി വന്നിട്ട് ആത്മാവിനോട് സംസാരിച്ചപ്പോ, നിന്റെ അച്ഛനും അമ്മയാണ് ഇത്, നീ അടുത്ത രാജകുമാരനാണ്, നീ എന്തിനാണ് പോയത്? നിനക്ക് സുഖമായിട്ട് ഇവിടെ ജീവിക്കാമല്ലോ എന്ന് ചോദിച്ചപ്പോ, ഏത് അച്ഛനും അമ്മ, എത്രയോ ജന്മങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നു, എത്രയോ അച്ഛനമ്മമാർ എനിക്കുണ്ടായിരിക്കുന്നു, ഞാൻ ആരെയൊക്കെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്? എൻ്റെ യഥാർത്ഥ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്താണ് ഞാൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇങ്ങോട്ടൊരു തിരിച്ചു വരവില്ലാന്ന് ആ ജീവാത്മാവ് പറയുന്നത് കേട്ടിട്ട് ചിത്രകേതുവിനാണെന്നുണ്ടെങ്കിൽ ആത്മജ്ഞാനം ഉണ്ടായിട്ട് അദ്ദേഹം നേരെ തപസ്സിനായിട്ട് പോകുന്നു. തപസ്സിനായിട്ട് പോയിട്ട് നാരദരിൽ നിന്നിട്ട് മന്ത്രോപദേശം സ്വീകരിച്ച് വെറും 7 ദിവസം കൊണ്ട് തപസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുന്നു. അതാണ് നമ്മൾ അവിടം വരെയാണ് പഠിച്ചത്. സ്തോത്രം. 6ാമത്തെ അല്ലേ? 6ാമത്തെ കഴിഞ്ഞായിരുന്നു അല്ലേ? മാതാജി നീ 7ആണ്. തസ്മൈ മൃണാളദേവളേന സഹസ്രശേഷ്ണാരൂപേണ ബത്തനുദിസിദ്ധഗണാവൃതേന പാദുർഭവന്നജിരിതോ നുദിവേ പ്രസന്നോ ദത്താത്മദത്യമനുഗ്രഹ്യ തിരോദദാധ. തസ്മൈ മൃണാളദേവളേന സഹസ്രശേഷ്ണാരൂപേണ ബത്തനുദിസിദ്ധഗണാവൃതേന പ്രാദുർഭവന്നജിരിതോ നുദിവേ പ്രസന്നോ ദത്താത്മദത്യമനുഗ്രഹ്യ തിരോദദാധ. തസ്മൈ മൃണാളധവളേന സഹസ്രശേഷ്ണ രൂപേണ ബത്തനുദിസിദ്ധഗണാവൃതേന പ്രാദുർഭവന്നജിരിതോ നുദിവേ പ്രസന്നോ ദത്താത്മദത്തമനുഗ്രഹ്യ തിരോദദാധ. തസ്മൈ മൃണാളധവളേന സഹസ്രശേഷ്ണ രൂപേണ ബത്തനുദിസിദ്ധഗണാവൃതേന പ്രാദുർഭവന്ന അജിരിതോ നുദിവേ പ്രസന്നോ ദത്താത്മതത്വമനുഗ്രഹ്യ തിരോദദാധ. തസ്മൈ മൃണാളധവളേന സഹസ്രശേഷ്ണ രൂപേണ ബത്തനുദിസിദ്ധഗണാവൃതേന പ്രാദുർഭവന്നജിരിതോ നുദിവേ പ്രസന്നോ ദത്താത്മതത്വമനുഗ്രഹ്യ തിരോദദാധ. വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. തസ്മൈ മൃണാളധവളേന സഹസ്രശേഷ്ണ രൂപേണ ബദ്ധനുദിസിദ്ധഗണാവൃതേന പ്രാദുർഭവന്നജിരിതോ നുദിവേ പ്രസന്നോ
തത്വാത്മതത്വമനുഗൃഹ്യ തിരോദദാത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരിബോൾ, വെരി ഗുഡ്. പ്രാദുർഭവന അജിരിതോ എന്ന് പറയണേ കേട്ടോ. അജിരിതോ, ചിരിതോ ആൻഡ് അജിരിതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് വരും. അതുകൊണ്ട് പ്രാദുർഭവന അജിരിതോ നുരുവി പ്രസന്യോ. മനസ്സിലായോ? പ്രാദുർഭവന് അജിരിതോ, അജിരിതോ അജിരിതോ. നുരുവി പ്രസന്യോ ദത്താത്മദത്തം അനുഗ്രഹിക്ക തിരോദദാത. ഇനി അടുത്ത ആള് വായിക്കൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവൻ അചിരതോ നുതുഭി പ്രസന്നോ തദ്വാത്മതത്വമനുഗൃഹ്യ തിരോദധ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്, ഹരേ കൃഷ്ണ, വെരി ഗുഡ്. അടുത്ത ആള്. ഹരേ കൃഷ്ണ മാതാജി. വായിക്കൂ. തസ്മൈ മൃളാന ധവളേന സഹസ്രശീർഷ്ണോ രൂപേണ ബിന്ദുനിധി സിദ്ധഗണാവൃതേന പ്രാദുർഭവന അചിരതോ നുതിഭി പ്രസന്നോ തത്വമനുഗ്രഹ തിരോദദാത. വെരി ഗുഡ്, ഹരേ കൃഷ്ണ, നല്ലതായിട്ടുണ്ട്. അതിനെ ഒരു പ്രവചനം വായിച്ചോളൂ. മാതാജി. ഹരേ കൃഷ്ണ, വായിച്ചോളൂ. തസ്മൈ മൃണാള ധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവൻ അചിരതോ നുതിഭി പ്രസന്ന തത്വാത്മതത്വമനുഗൃഹ്യ തിരോദധാത. വെരി ഗുഡ്, ഹരേ കൃഷ്ണ, വെരി ഗുഡ്, നല്ലതായിട്ട് വായിച്ചിട്ടുണ്ട്. തസ്മൈ മൃണാള ധവളേന സഹസ്രശീർഷ്ണ. നമ്മൾ ഇന്നലെ കണ്ടു എന്താണ് ഭഗവാനെ ഭജിക്കാൻ വേണ്ടിയിട്ട് നാരദരു മന്ത്രം കൊടുത്തു. നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ധീമഹി പ്രത്യുപ്നായ അനിരുദ്ധായ നമ സംഘർഷണായ. ഇവിടെ സംഘർഷണ ഭഗവാന്റെ ആ രൂപത്തിൽ തന്നെയാണ് ഭഗവാൻ ഇവിടെ അതുണ്ടെങ്കിൽ പ്രത്യക്ഷപ്പെടുന്ന ആദിശേഷ സ്വരൂപത്തിലാണ് ഭഗവാൻ ഇവിടെ ആർക്കുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്? ചിത്രകേതുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. തസ്മേ മൃണാള, അങ്ങ് ഏത് രൂപത്തിലാണ് വന്നിരിക്കുന്നത്? മൃണാള ധവളേന സഹസ്ര ശീർഷ്ണ, താമരവളയം പോലെ വെളുത്തതാണ്. എന്നിട്ടോ എത്ര ശീർഷങ്ങളാണ്? 1000. സഹസ്ര ശീർഷ്ണ ബത്തുനുതി സിദ്ധഗണാവൃതേന. എന്താണ്? താമരവളയം പോലെ വെളുത്തതും 1000 ശിരസ്സുകളോട് കൂടിയ ചുറ്റും ആരൊക്കെ നിന്നിട്ടാണ് ഭജിക്കുന്നത്? അവരെ ഭഗവാനെ സ്തുതിക്കുന്നു. ആരൊക്കെയാണ്? രൂപേണ ബത്തന്റെ സിദ്ധഗണാവൃതേന, സിദ്ധന്മാർ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വരൂപത്തില്. എങ്ങനെയാണ്? താമരവളയം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും വെള്ള കളറ്. എന്നിട്ടോ എത്ര ശിരസാണ്? 1000 ശിരസ്സുകളോടുകൂടി ചുറ്റും നിന്നിട്ട് സിദ്ധന്മാർ സ്തുതിക്കുന്നതായിട്ടുള്ള ആ രൂപത്തില് ആർക്കാണ് പ്രത്യക്ഷമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചിത്രകേതുവിന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷനാവുന്നു. പ്രാദുർഭവൻ അജിരതോ നുതുവി പ്രസന്നു. ഭഗവാന്റെ കാലതാമസം കൂടാതെ ഒരു കാലതാമസം ഉണ്ടായില്ല. എന്നിട്ടാണെങ്കിൽ പ്രാദുർഭവൻ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടോ നുതുവി പ്രസന്ന, സ്തുതികളാല് പ്രസന്നനായിട്ട് എന്ത് ചെയ്തു? ദത്താത്മതത്വം അനുഗ്രഹ്യ തിരോദദാത. ദത്താത്മതത്വം അനുഗ്രഹ്യ, ആത്മതത്വം പറഞ്ഞു കൊടുത്തു. ആത്മാവിന്റെ യഥാർത്ഥ രൂപം ചിത്രകേതുവിന് ഉപദേശിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? തിരോദദാത, അവിടെ നിന്നിട്ട് അന്തർദാനം ചെയ്തു എന്നുള്ളതാണ്. മനസ്സിലായോ? തസ്മേ മൃണാള ധവളേന സഹസ്രശീർഷണ, 1000 ഗണങ്ങളോട് കൂടി ആ താമരവളയം പോലെ വെളുത്തതായിട്ടുള്ള രൂപത്തില് ബത്തനൊരു സിദ്ധഗണാവൃതേന, സിദ്ധന്മാരാൽ സ്തുതിക്കപ്പെട്ട ഒരുപറ്റ സിദ്ധന്മാരാൽ സ്തുതിക്കപ്പെട്ട അങ്ങ് എന്ത് വന്നു? അവിടെ പ്രാദുർഭവൻ അജിരിതു, അവിടെ അങ്ങ് കാലതാമസം കൂടാതെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്തിലാണ് അദ്ദേഹത്തിന്റെ സ്തുതികളിലാണ് ഭഗവാന് വളരെ സന്തോഷം തോന്നി. ദത്താത്മദത്തം അനുഗ്രഹിക്ക തിരോദദാത. എന്നിട്ട് എങ്ങനെയാണ് പിന്നെ അവിടെ നിന്ന് അന്തർദാനം ചെയ്തത്? എങ്ങനെയാണ്? ആത്മദത്തം പറഞ്ഞു കൊടുത്തു ചിത്രകേതുവിന്. ആ ചിത്രകേതുവിന് ആത്മദത്തം പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാൻ അവിടെ തിരോധാനം ചെയ്തു, അല്ലെങ്കിൽ അന്തർദാനം ചെയ്തു എന്നുള്ളതാണ്. ആദിശേഷന്റെ ശരീരം നമ്മൾ പറയുന്നു ബലരാമസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിശേഷന്റെ കൃഷ്ണൻ ബലരാമൻ തന്നെ പറയുന്നത് തന്നെ അവർ ആ ജോഡിയാണല്ലോ. അറിയാമല്ലോ, ദേവകി ദേവിയുടെ ഗർഭത്തിൽ 7ാമത് വന്ന ആ പുത്രനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു? ഇത് ഇച്ചിരി പുറകിലോട്ട് പോകേണ്ടി വരും. എങ്ങനെയാണ്?
യോഗമായയെ വിളിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, ഇതേപോലെ ദേവകി മാതായുടെ ഗർഭത്തിൽ വരുന്ന ആ ശിശുവിന് എന്ത് ചെയ്യണം? സംഘർഷണം ചെയ്ത് അന്യ പത്നിയായിട്ടുള്ള രോഹിണി ദേവിയില് കൊണ്ടിടണമെന്ന് പറയുന്നു. ആ രോഹിണി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മധുരയിൽ നിന്നിട്ട് എവിടെയാണ് താമസിക്കുന്നത്? ഗോകുലത്തിലാണ്, നന്ദഗോപരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ ആ യോഗമായി എന്ത് ചെയ്തു? സംഘർഷണം ചെയ്തിട്ട് നേരെ പത്നിയായ വസുദേവരുടെ അന്യപത്നിയായിട്ടുള്ള രോഹിണി ദേവിയില് ആ ബീജത്തെ കൊണ്ടിടുന്നു, ആ കുട്ടിയെ കൊണ്ടിടുന്നു. അങ്ങനെയാണ് ആ കുട്ടി അവിടെ സംഘർഷണൻ എന്നുള്ള ഒരു പേരാല് വരുന്നതെന്നുള്ള, ഭഗവാൻ വരുന്നതിന് മുമ്പിട്ട് തന്നെ ബലരാമൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാ. അതും ഭഗവാന്റെ തന്നെ ഒരു അംശാവതാരം. ആദിശേഷനാണ് ഭഗവാനെ എപ്പോഴും ഏത് അവതാരം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ആദിശേഷൻ ഭഗവാന്റെ കൂടെ വരും. ശ്രീരാമസ്വാമിയുടെ അവതാരത്തിലായിട്ടായിട്ട് വന്നത് ലക്ഷ്മണനായിട്ട് വന്നു. അന്ന് അനുജനായിട്ട് വന്നത് കൊണ്ട് കൂടുതൽ ശാസിക്കാനോ ഭഗവാനെ എന്താ പറയുക, ഭഗവാൻ ഒരുപാട് ദുഃഖങ്ങൾ എടുക്കുന്ന സമയത്ത് പിന്നെ ഓർഡർ കൊടുക്കാനോ പറ്റിയില്ല. അതുകൊണ്ട് അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ അനുജനായിട്ട് വരുന്ന പ്രശ്നമേ ഇല്ല. എന്തുകൊണ്ടാ? ഇനി ഞാൻ നിന്റെ ഭഗവാന്റെ ചേട്ടനായിട്ട് വരും. എന്താ, എനിക്കാണെന്നുണ്ടെങ്കിൽ ഓർഡർ തരാൻ പറ്റും. എന്താ ഒരുപാട് ഭഗവാൻ ദുഃഖിനെ കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവുക? ഇനി അടുത്ത തവണ ജ്യേഷ്ഠന്റെ രൂപത്തിൽ വരും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ബലരാമസ്വാമിയായിട്ട് സംഘർഷണന് ആദിശേഷന് എന്താ വന്നിരിക്കുന്നത്? അനന്ത ഭഗവാൻ എന്തായിട്ട് വന്നിരിക്കുന്നത്? ബലരാമന്റെ രൂപത്തിൽ വന്നിരിക്കുന്നു. അങ്ങനെ അവര് ആദ്യമേ തന്നെ ഭഗവാൻ അവിടെ ഗോകുലത്തിൽ ചെല്ലുന്നതിന് മുമ്പിട്ട് തന്നെ ബലരാമസ്വാമി അവിടെ ഉണ്ട്. ഭഗവാന്റെ അവതാരത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പായിരുന്നു. ഭഗവാന്റെ സാർത്ഥികളല്ല എന്ന് പറഞ്ഞ ഭഗവാന്റെ ഭഗവാൻ ഇവിടെ വരുന്നതിന് മുമ്പിട്ട് എല്ലാ ദേവന്മാരോടും ദേവികളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാവരും പോയിട്ട് ഗോകുലത്തില് അതാത് സ്ഥലങ്ങളിലെ ഗോപന്മാരായിട്ടും ഗോപികമാരായിട്ടും ഞാൻ വരുന്നതിന് മുമ്പിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ അവിടെ നിരിക്കുക, ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആശ്വാസവാക്ക് കൊടുത്തിട്ടാണ് ഭഗവാൻ അവിടെ പറഞ്ഞത്. ദേവന്മാരെല്ലാവരും ഗോപന്മാരും ഗോപികമാരും എന്ന് പറഞ്ഞ സാധാരണക്കാരല്ല എന്നുള്ളതാ. അവരോട് ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അവിടെ പ്രത്യക്ഷമാവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റുകളും അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ അതിനാണ് നേരത്തെ വന്നത്. അതുകൊണ്ട് തന്നെ ബലരാമസ്വാമി അതുകൊണ്ട് ജ്യേഷ്ഠന്റെ രൂപത്തിൽ ഗോകുലത്തിൽ വന്നിരിക്കുന്നുമായിരുന്നു. അതാണ് ആദിശേഷനാണ് ഭഗവാൻ. ഇവിടെ അതേപോലെ ഈ ആദിശേഷന്റെ രൂപത്തിലാണ് ചിത്രകേതുവിന് ഭഗവാനാണെന്നുണ്ടെങ്കിൽ ദർശനം കൊടുത്തു. എന്നിട്ട് എന്താ ചെയ്തത്? ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് ചിത്രകേതുവിന് ഉപദേശിച്ചു. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. ഈ ശരീരം ആത്മാവ് ഉണ്ടായത് കൊണ്ടാണ് ഈ ശരീരമുള്ളത്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ശരീരമില്ല. പിന്നെ നീ എന്തിനു വേണ്ടിയിട്ട് ഈ ശരീരത്തിനോട് ഒട്ടി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്തിനു നീ ഇങ്ങനെ ആത്മരോധനം ചെയ്യുന്നു? അതുകൊണ്ട് ഒരിക്കലും അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആത്മതത്വം ഉപദേശിച്ചിട്ട് ഭഗവാൻ അവിടെ നിന്നിട്ട് മറയുന്നു എന്നുള്ളതാണ്. തൽഭക്തി മൗലിരഥസോ വിജലക്ഷ വർഷാണി ഹർഷുലമനാപുപനേഷു കാമ സംഗാപയൻ ഗുണഗണന്തവ സുന്ദരീവി സംഗാതിരേ ഗരിഗിതോ ലളിതം ചജാര ത്വൽഭക്തമൗലിരരസോ വിജലക്ഷ വർഷാണി ഹർഷുലമനാപുപനേഷു കാമ സംഗാപയൻ ഗുണഗണം തവ സുന്ദരീവി സംഗാതിരേ ഗരിഗിതോ ലളിതം ചജാര ത്വൽഭക്തമൗലിരരസോ വിജലക്ഷ വർഷാണി ഹർഷുലമനാപുപനേഷു കാമ സംഗാപയൻ ഗുണഗണം തവ സുന്ദരീവി സംഗാതിരേ ഗരിഗിതോ ലളിതം ചജാര ത്വൽഭക്തിമൗലിരരസോ വിജലക്ഷ വർഷാണി ഹർഷുലമനാപുപനേഷു കാമ സംഗാപയൻ ഗുണഗണം തവ സുന്ദരീവി സംഗാതിരേ ഗരിഗിതോ ലളിതം ചജാര ത്വൽഭക്തി മൗലിരരസോ വിജലക്ഷം വർഷാണി ഹർഷുലുമനാപുപനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീവി സംഗാതിരേ ഗരിഗിതോ ലളിതം ചജാര. ലളിതം ചജാര. ഹരിബോൾ. ഹരേ കൃഷ്ണ. വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ത്വത്ഭക്തമൗലിരഥസോഭിച ലക്ഷം വർഷാണി ഹർഷുലമനാപുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭി സംഗാതിരേ ഗരഹിതോ ലളിതം ചചാര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത ആൾ വായിക്കൂ. ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ. വായിച്ചു. ഹരേ കൃഷ്ണ. അത് വായിച്ചോട്ടെ. വായിക്കേ. ത്വൽഭക്തമൗലിരഥസോഭിച ലക്ഷം
വർഷാണി ഹർഷുലമന ഭുവനേഷു കാമം സംഘാപയൻ ഗുണഗണം തവ സുന്ദരീഭി സംഘാതിരേഹതിരതേ ലളിതം ചചാരേ. ശ്രീകൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഇതാരാ വായിച്ചത്? ശ്രീലത. ശ്രീലത. ശ്രീലത ഹരേ കൃഷ്ണ. ഞാൻ ശ്രീലത, എവിടുന്നാണ്? കൊല്ലം. കൊല്ലത്തുനിന്ന്. ഓക്കെ ഓക്കെ, നല്ലോണം വായിച്ചു. ഇനി ഒരാളോട് വായിക്കൂ. കൃഷ്ണ ഉം. വായിക്കുന്ന മാതാജി. മുത്തുലക്ഷ്മി വായിച്ചു വായിച്ചു. ഹരേ കൃഷ്ണ. നമോ ഭഗവതി വാസുദേവ. ത്വദ്ഭക്തമൗലീരഥസോऽपि च ലക്ഷലക്ഷം വർഷാണി ഹർഷലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭി സംഗാതിരേകരഹിതോ ലളിതം ചചാര. ഹരേ കൃഷ്ണ. വെരി ഗുഡ് വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നല്ലതായിട്ട് വായിച്ചു. ഇനി ഒരു പ്രൗഢിയോട് വായിക്കൂ. ജബൽപൂർ അല്ല, ജയ്പൂരുകാരില്ലയോ? തണുത്ത് പറിച്ചിരിക്കുവാണോ? ഇല്ലേ ഇല്ല ഇല്ലേ? പ്രഭു ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു മാതാജി. പ്രഭു ടൂറിലാണെന്ന് പറഞ്ഞു മാതാജി. പിന്നെ മഹാരാജി വായിച്ചോളൂ. മാതാജി, ഞാൻ ഡൽഹിയിലെ ഹോട്ടലിൽ ഇരിക്കുക. 2-3 ദിവസം ഞാൻ കാണത്തില്ല. മൊബൈലിൽ കൂടെ ഉണ്ടല്ലോ. മൊബൈലിൽ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊബൈലിൽ ഇത് കേട്ടൂടെ? കേട്ടോണ്ടിരിക്കുകയാണ്. അത് വായിച്ചോളൂ അന്നേരം. വായിക്കാൻ ബുദ്ധിമുട്ടാ മാതാജി. അവിടെ ഞാൻ മാത്രമല്ല. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി. വായിച്ചോളൂ. ആരാ വായിക്കുന്ന വെച്ചാൽ വായിച്ചോളൂ. തോൽഭക്തമൗലിരഥസോऽपि च ലക്ഷലക്ഷം വർഷാണി കർഷലുമനാ ഭുവനേശ്യ കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീംബി സംഗാതിരേകരഹിതോ ലളിതം ചചാര. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഇപ്പൊ വേറൊരു മാതാജി വായിക്കാൻ തുടങ്ങിയില്ല, അവര് വായിച്ചോളൂ. മൗലീരഥസോऽपि च ലക്ഷലക്ഷം വർഷാണി ഹർഷലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭി സംഗാതിരേകരഹിതോ ലളിതം ചചാര. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നല്ലതാണ്. തൊൽഭക്ത മൗലിരത ശോഭിത ലക്ഷലക്ഷം. അങ്ങനെ ഭഗവാനെ തൊൽഭക്ത മൗലിരത എന്ന് പറഞ്ഞ അങ്ങയുടെ നിന്തിരുവേടിയുടെ ഭക്തന്മാരിൽ ഏറ്റവും പ്രധാനിയായിട്ട് എന്താ വർഷാണി കർഷുൽമന ഭുവനേഷു കാമം. ലക്ഷലക്ഷം വർഷങ്ങളില് ഭയങ്കര മനസ്സമാനത്തോടുകൂടി മനസ്സന്തോഷത്തോടുകൂടി അനേക ലക്ഷം സംവത്സരം ചിത്രകേതുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭക്തന്മാരെ അത്യുത്തമനായിട്ട് ഭഗവാന്റെ ഇതിൽ ജീവിച്ചു എന്നുള്ളതാണ്. സംഗാപയൻ ഗുണഗണം തവ സുന്ദരീപി. എല്ലാ ലോകങ്ങളിലും നിന്തിരുവേടിയുടെ ഗുണങ്ങളെ പറഞ്ഞത്? സംഗാപയൻ ഗുണഗണം, അങ്ങയുടെ ഗുണഗണങ്ങളെ ആരെ കൊണ്ട്? വിദ്യാധര സ്ത്രീകളെ കൊണ്ട് യഥേഷ്ടം പാടിച്ചുകൊണ്ട് എന്തായി? സംഘാതിരേഖരഹിതോ ലളിതം ചചാരം. ഒരു സംഘത്തിലും പെടാതെ സുഖങ്ങളിൽ അത്യാസക്തി ഇല്ലാതാണെന്നുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ട്, മനസ്സിലായി പറഞ്ഞത്? വളരെ ലളിതമായിട്ട് ലൗകിക സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് അനേക ലക്ഷം വർഷങ്ങള് അദ്ദേഹം വിദ്യാധരനായിട്ട് ജീവിക്കുന്നു. തൊൽഭക്ത മൗലിരത ശോഭിത ലക്ഷലക്ഷം. തൊൽഭക്ത, അങ്ങയുടെ ഭക്തന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനായിട്ട് ലക്ഷലക്ഷ വർഷാണി, അനേക ലക്ഷം വർഷങ്ങളില് കർഷുലുമന ഭുവനേഷു കാമം. വളരെ സന്തോഷത്തോടു കൂടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സന്തോഷത്തോടെ എല്ലാ ലോകങ്ങളിലും അദ്ദേഹം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ടോ സംഘത്തിൽ ആരാണ്? സംഗാപയൻ ഗുണഗണം തവ സുന്ദരി. തന്റെ ഗുണഗണങ്ങളല്ല വാഴ്ത്തിപ്പാടുന്നത്, തവ ഗുണഗണം എന്ന് പറഞ്ഞ അങ്ങയുടെ ഗുണഗണം സുന്ദരികളെ കൊണ്ട് പാടിച്ചുകൊണ്ട് എല്ലാ ലോകത്തിലും അദ്ദേഹം സഞ്ചരിച്ചു എന്നുള്ളതാ. ചിത്രകേതു സഞ്ചരിച്ചു. പക്ഷെ ആ സമയത്ത് എങ്ങനെയാണ് കാണിക്കുന്നത്? സംഘാതിരേകരഹിതോ ലളിതം ചചാര. സുഖങ്ങളിൽ അത്യാസക്തി എല്ലാ സുഖങ്ങളും ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാധരനായിട്ടാണ് അദ്ദേഹത്തിന് ജന്മം കൊടുത്തിരിക്കുന്നത്, പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ആ വിദ്യാധര സ്ത്രീകളെ കൊണ്ട് അദ്ദേഹം ഭഗവാന്റെ ഗുണഗണങ്ങളെ പാടിച്ചുകൊണ്ട് എല്ലാ ലോകങ്ങളിലും വളരെ ലളിതമായിട്ട് സുഖങ്ങളിൽ അത്യാസക്തി കൂടാതെ ഭഗവാന്റെ നാമങ്ങളിൽ മാത്രം ലയിച്ച് അദ്ദേഹം ജീവിക്കാൻ തുടങ്ങി. അത് എത്ര വർഷങ്ങളാണ്?
ലക്ഷം വർഷങ്ങള് വളരെ മനസ്സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പ്രശ്നം വരുന്നത്. അത്യന്ത സംഘവിലയായ ഭവത് പ്രണിന്യോ നൂനം സ്വരൂപ്യഗിരിമാഭ്യമഹാസമാജേ നിസ്സംഗമംഗകൃതവല്ലഭമംഗചാരി തം ശങ്കരം തരികസന്ന ഉമയാഭിഷേപേ. അത്യന്ത സംഘവിലയായ ഭവത് പ്രണിന്യോ നൂനം സ്വരൂപ്യഗിരിമാഭ്യമഹാസമാജേ നിശങ്കമംഗകൃതവല്ലഭ അംഗചാരി തം ശങ്കരം തരികസന്ന ഉമയാഭിഷേപേ. അത്യന്ത സംഘവിലയായ ഭവത് പ്രണുന്യോ നൂനം സ്വരൂപ്യഗിരിമാപ്യ മഹസമാജേ നിശങ്കമംഗകൃത വല്ലഭ അംഗചാരി തം ശങ്കരം പരിഹസന്ന ഉമയാഭിഷേപേ. പരിഹസന്ന ഉമയാഭിഷേപേ. ഉമ എന്ന് അവിടെ പ്രത്യേകം പറയണം. പാർവതി ദേവിയുടെ കാര്യമാണ് ഈ പറയുന്നത്. പറയാൻ പറ്റുമോ? നിങ്ങക്ക് വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ഒന്നമോ ഹരേ കൃഷ്ണ, ഭഗവതി വായിച്ചോളൂ. വാസുദേവായ. അത്യന്ത സംഘവിലയായ ഭവത് പ്രണുന്നോ നൂനം സ്വരൂപ്യ ഗിരിമാപ്യ സഹ മഹത്സമാജേ നിശങ്കമംഗകൃത വല്ലഭമംഗചാരിം തശങ്കരം പരിഹസ ഉമയാഭിഷേപേ. ഹരേ കൃഷ്ണ. ഉമയാഭിഷേപേ. ഹരേ കൃഷ്ണ. ഹരിബോൾ. വെരി ഗുഡ്. നെക്സ്റ്റ് വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. അത്യന്ത സംഘവിലയായ ഭവത്പ്രപുന്ന നൂനം സരൗപ്യ ഗിരിമാപ്യ മഹത്സമാജേ നിശ്ചംഗമംഗകൃതവല്ലഭമംഗചാരിം തം ശങ്കരം പരിഹസന്നുമയാഭിഷേപേ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. അടുത്ത ആള് വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. ഉം. അത്യന്ത സംഘവിലയായ ഭവൽ പ്രണോനോ നൂനം സ്വരൂപ്യ ഗിരിമാപ്യ മഹസമാജേ നിശങ്കമംഗകൃത വല്ലഭ അംഗചാരി തം ശങ്കരം പരിഹസനു ഉമായാഭിഷോഭേ. ശേബേ. ശോഭയല്ല, ശേബേ. ശപിക്കുവാണ് ഉമ. അതാണ് ഈ പറയുന്നത്. വായിച്ചോളൂ. ഒരു പ്രഭുജി വായിക്കൂ. സുനിൽ തന്നെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. അത്യന്ത സംഘവിളയായ ഭവത് പ്രണുന്ന നൂനം സരൗപ്യ ഗിരിമാപ്യ മഹത് സമാജേ നിശങ്കമംഗകൃത വല്ലഭമംഗചാരിം തം ശങ്കരം പരിഹസൻ ഉമയാഭിഷേപേ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഇപ്പൊ എന്താണ് നമ്മൾ പറയുന്നത്? അത്യന്ത സംഘവിലയായ ഭവത് പ്രണിന്യോ നൂനം സ്വരൂപ്യ ഗിരിമാപ്യ മഹസമാജേ നിശങ്കമംഗകൃത വല്ലഭ മംഗചാരീൻ തൻ ശങ്കരം പരിഹസൻ ഉമയാഭിഷേപേ. ലാസ്റ്റ് ഇതിൽ നമ്മൾ കണ്ടു. അദ്ദേഹം എത്രയാ ലക്ഷ വർഷക്കാലം വിദ്യാധര സ്ത്രീകളെ കൊണ്ട് ഭഗവാന്റെ തന്നെ നാമങ്ങൾ പാടിച്ച് ഭഗവാന്റെ തന്നെ കാര്യങ്ങളിൽ ഇങ്ങനെ ലക്ഷം വർഷങ്ങൾ മനസ്സന്തോഷത്തോടു കൂടി ജീവിച്ചു. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു? ചിത്രകേതു വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ കൈലാസത്തിലോ മഹർഷിമാരുടെ സഭയില് അധ്യക്ഷതയിൽ ഇരിക്കുന്ന ആരാണ്? ശിവഭഗവാനാണ്. ആ ശിവഭഗവാൻ എന്ത് ചെയ്തു? പാർവതി ദേവിയെ മടിയിൽ ഇരുത്തി ആലിംഗനം ചെയ്തിരിക്കുന്ന കാണുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്? പാർവതി ദേവി കേൾക്ക ചിത്രകേതു പരിഹസിച്ചു എന്നുള്ളതാ. ഈ ലോകഗുരു നാണം കെട്ട പ്രവൃത്തിയാ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ ഇത്രയും മഹർഷിമാരുടെ മുന്നില്. അതുകൊണ്ട് പ്രാകൃതന്മാര് പോലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത്. ഏറ്റവും മനുഷ്യന്റെ ആ ഒരു അഹങ്കാരം. കുറച്ച് വിദ്യാധരനായിട്ട് പോലും എന്താ ചിത്രകേതുവിന് മോശം കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞു. വിദ്യാധരനായിട്ടേ ഉള്ളൂ, മോശപ്രാപ്തി വന്നിട്ടില്ല. അന്നേരം ഭഗവാന്റെ ഒരു ലീലയാണ് ഇതെന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. ഭഗവാൻ എന്ത് ചെയ്യും? ചിത്രകേതുവിനെ കൊണ്ട് ആ ഉള്ളിലെ അഹങ്കാരം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിത്രകേതുവിന് തന്നെ ശാപം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയെ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ഇത്രയും ഭക്തനായിട്ടുള്ള ചിത്രകേതു ഒരിക്കലും ഇങ്ങനെ പറയില്ല. ഒരിക്കലും എന്താണ് ആ കഥയായിട്ട് ഞാൻ പറയുവാണ്. ഒരിക്കൽ കൈലാസത്തിന്റെ മുകളിൽ കൂടി ചിത്രകേതു വിദ്യാധര സ്ത്രീകളുമായിട്ട് പോകുന്ന സമയത്ത് ഭഗവാൻ മഹേശ്വരന് രുദ്രൻ അധ്യക്ഷ സ്ഥാനത്താണ് ഇരിക്കുന്നത്. ചിത്തഗണങ്ങളുമാര് മഹർഷിമാരുടെ ഒരു സഭയാണത്.
അവർക്ക് ആത്മതത്വ ഉപദേശം കൊടുക്കുകയാണ്. ലോകഗുരുവാണ് മഹേശ്വരന്. ആത്മതത്വം കൊടുക്കുന്നു. പക്ഷേ പാർവതി ദേവിയെ മടിയിലിരുത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ ആലിംഗനം ചെയ്തിട്ടിരിക്കുന്ന അത് കണ്ടിട്ട് ചിത്രകേതു ഭഗവാനെ പരിഹസിക്കുന്നു. ലോകഗുരുവാണെന്ന് പറയുന്ന നാണംകെട്ട പ്രവൃത്തിയല്ലേ ചെയ്യുന്നത്, വെറും പ്രാകൃതന്മാര് പോലും ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോണം, ഭഗവാൻ അങ്ങനെയുള്ള നമ്മൾ മനുഷ്യരുടെ കൂട്ടല്ലല്ലോ ഭഗവാന്മാര്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ ഒരു വിചാരങ്ങളോ വികാരങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുള്ളതാ. പക്ഷെ അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എങ്ങനെയാണ് സച്ചിദാനന്ദ സ്വരൂപന്മാരാണ് അവരെല്ലാവരും. എല്ലാവർക്കും ആനന്ദം പ്രദാനം ചെയ്യാൻ മാത്രമേ ഉള്ള ആ ഒരു രൂപം ഉള്ളൂ എന്നുള്ളത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുമല്ലേ ഭഗവാന്മാര്. നമുക്ക് അവരുടെ രൂപം എടുക്കാൻ പറ്റൂല. നമുക്ക് വേണ്ടിയിട്ട് ഭഗവാന്മാർ ഓരോരോ രൂപങ്ങൾ എടുക്കുന്നു എന്നുള്ളത്. അന്നേരം വൈഷ്ണവാന ശംഭുവാണ്. വൈഷ്ണവരിലെ ഏറ്റവും അഗ്രഗണ്യനാരാണ്? ശംഭുവാണ്. ഭഗവാനെ രാമരാമ എപ്പോഴും അധികം എന്താണ് ധ്യാനത്തിലായിരിക്കുന്നത്. ധ്യാനത്തിൽ എന്താ ചെല്ലുന്നത്? രാമ രാമ എന്നുള്ള ആ ഒരു കൃഷ്ണൻ എന്താണ് ചെയ്യുന്നത്? മഹേശ്വരനെ ധ്യാനിക്കുന്നു. അങ്ങനെ നമുക്ക് ഈ കഥകളിൽ കൂടെ മുന്നോട്ട് വരുന്ന സമയത്ത് അതെന്നുണ്ടെങ്കിൽ എപ്പോഴും മനസ്സിലാക്കാവുന്നുള്ളത് അവർ തങ്ങളിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ മനുഷ്യർ ചുമ്മാതെ പിന്നെ ശിവഭക്തരെ അല്ലെന്നുണ്ടെങ്കിൽ വൈഷ്ണവഭക്തരെ എന്നൊക്കെയുള്ള ആ ഒരു ഡിഫറൻസ് കാണിക്കുന്നുള്ളത്. ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇത് ചെയ്യണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിന്ദിക്കാൻ ഒരിക്കലും പാടില്ല. അതെപ്പോഴും നിങ്ങൾ ഓർത്തോണം. ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ രൂപായ വിശ്വോൽപത്യാദി ഹേതവേ ഗോവിന്ദം വിശ്വോൽപത്യാദി ഹേതവേ എന്ന് പറഞ്ഞ വിശ്വത്തിന്റെ ഉൽപ്പത്തിക്കുള്ള കാരണം ആരാണ്? ഈശ്വര പരമാകൃഷ്ണ. അദ്ദേഹം എങ്ങനെയുള്ളതാണ്? സച്ചിദാനന്ദ രൂപനാണ്. മനസ്സിലായോ? അന്നേരം അദ്ദേഹത്തിൽ നിന്നാണ് എല്ലാവരും വരുന്ന ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇലാബറേറ്റ് ആകുന്നു എന്നുള്ളതാണ്. ഭഗവാന്റെ തന്നെ രൂപങ്ങളാണ് എല്ലാം എന്നുള്ളതാണ്. അന്നേരം അന്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. അന്നേരം എന്താ, ദേവന്മാരായ ശിവൻ ബ്രഹ്മാവ് ഇവരെ ഭഗവാൻ വിഷ്ണുവിന്റെ തിരുനാമത്തോട് തുല്യമായ സ്വതന്ത്രമായി കാണരുതെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഭഗവാൻ. അല്ലാതെ ആരെ നിന്ദിക്കണമെന്ന് ഒരിക്കലും നമുക്ക് ഒരു ആളുകളും ഞാൻ അഡ്വൈസ് തന്നിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് ചില തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടി പറയുന്നതെന്നുള്ളതാ. അതുകൊണ്ട് എന്താണ് ചിത്രകേതുവിന്റെ ആ മനസ്സിന്റെ ആ ഒരു ശകലം ഒരു അഹങ്കാരമുള്ളത് എന്താ? ഭഗവാൻ ആരാണ്? ഗർഭനാശനാണ്. മനസ്സിലായി പറഞ്ഞ ആ ഗർഭത്തെ നശിപ്പിച്ചിട്ട് ചിത്രകേതുവിന് മോശപ്രാപ്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് തന്നെ ഉള്ള ഒരു ഭഗവാന്റെ തന്നെ ഒരു ലീലയല്ലേ ഇതെന്നുള്ളതാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. എന്താണ് പറയുന്നത്? എന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാനെ ഇങ്ങനെ നാണം കെട്ട ലോകഗുരു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്ന സമയത്ത് ഉമയുണ്ടല്ലോ, ഉമയാവശ്യേവേ ഉമ എന്ത് ചെയ്തു? പാർവതി ദേവി ആരെ ശപിക്കുന്നു? ചിത്രകേതുവിനെ ശപിക്കുന്നു. എന്താണ് പറയുന്നത്? നീ അസുരന്മാരുടെ തിങ്കിങ് ആണ്, നിനക്ക് ചിന്തയാണ്. അതുകൊണ്ട് നീ അസുരനായി പോകട്ടെ എന്നുള്ള ശാപം കൊടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ശാപം കൊടുക്കുന്ന സമയത്തും ചിത്രകേതു ഉണ്ടല്ലോ, ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് പാർവതി ദേവിയോടോ അല്ലെങ്കിൽ ഭഗവാനോടോ യാചിച്ചില്ല എന്നുള്ളത്. അന്നേരം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, പരമഗുരുവായിട്ടുള്ള മഹാദേവൻ തന്നെ പറയുന്നുണ്ട്, കണ്ടില്ലേ വൈഷ്ണവ ഭക്തർ അങ്ങനെയാണ്, അവർക്ക് ശാപമോക്ഷവും വേണ്ട. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്താണ് പണിഷ്മെന്റ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടു കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. എന്താ അതിൽ നിന്നാണ് അവർക്ക് മുക്തിപ്രാപ്തി കിട്ടുന്നത്. നമ്മൾ നൃഗന്റെ കഥ പഠിച്ചു. അതാണെന്നുണ്ടെങ്കിൽ ശാപത്തിൽ നിന്നാണ് മുക്തി കിട്ടിയത്. അതേപോലെ ഇന്ദ്രദുഗ്നന്റെ ഗജേന്ദ്ര മോക്ഷം നമ്മൾ പഠിക്കുന്നുണ്ട്, മുന്നോട്ട് വരുന്നുണ്ട്. ഗജേന്ദ്രനും അതുപോലെ ശാപം കിട്ടിയിട്ടാണ് ആനയായിട്ട് മാറിയത്. അദ്ദേഹത്തിനും മുക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ശാപം കിട്ടിയെന്നുള്ളത്. അതുകൊണ്ട് ഏത് സമയത്തായാലും നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്കൊരു ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? അയ്യോ എനിക്ക് അങ്ങനെ വന്നേ. ഇപ്പം തന്നെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത്രയും വർഷമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനെ വിളിച്ചുകൊണ്ടിരുന്നു, പക്ഷെ എനിക്ക് വന്നിട്ടുള്ളതെല്ലാം വിഷമങ്ങളും ദുരിതങ്ങളും മാത്രമാണ്. പക്ഷെ ഞാൻ എന്തിനു ഭഗവാനെ വിളിക്കണം? എന്റെ ഭർത്താവ് അങ്ങനെ പറയുന്നത്, നീ ഭഗവാനെ വിളിച്ചിട്ട് വന്നിരിക്കുന്ന എല്ലാം ഇവിടെ വേണ്ടാത്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇനി ഭഗവാനെ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സാധനവും എടുത്തെറിയോ, അങ്ങനെയൊക്കെ അവരെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നുള്ളത് ഭഗവാനെ. പക്ഷെ നമ്മളെ ഈ ഭഗവാൻ എന്താ പറയുന്നത്? നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ അനുഭവിച്ച് തീർത്തേ പറ്റത്തുള്ളൂ. ഭഗവാൻ കൃഷ്ണൻ സ്വയം ഇവിടെ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് മനുഷ്യനായിട്ടുള്ള എല്ലാവിധ ദുഃഖങ്ങളും പ്രയാസങ്ങളും അദ്ദേഹം അനുഭവിച്ചു. നമ്മൾ അന്നുണ്ടെങ്കിൽ ഒരു ഡീപ്പായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാന്നുള്ളതാ. എവിടെയായിരുന്നു ജനനം? മധുരയിലെ ജയിലില്. എന്നിട്ട് പിന്നെ ഗോകുലത്തിൽ വന്നപ്പോ എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടോ? ഇല്ല. എല്ലാ അസുരന്മാരും കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്നും ടെൻഷൻ നിറഞ്ഞ ജീവിതം തന്നെയല്ലേ അവളായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തായി? മധുരയിൽ പോയി കംസനെ കൊന്നിട്ട് ഉഗ്രസേനെ രാജാവാക്കി
അവിടെ ജീവിക്കാമെന്ന് വെച്ചപ്പോഴോ എന്തായി? ജരാസന്ധൻ 1ഉം 2ഉം തവണയല്ല യുദ്ധത്തിനായിട്ട് വന്നത്, 17 തവണയാ യുദ്ധത്തിനായിട്ട് വന്നെന്നുള്ളതാ. എന്നാ ജരാസന്ധന് മധുര രാജ്യം കൊടുത്തതിന് ശേഷം ജരാസന്ധന്റെ മക്കളാണ് ഈ കംസന്റെ ഭാര്യമാര്. അതുകൊണ്ട് അവരുടെ മക്കൾക്ക് ഈ മധുര കിട്ടണമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു? ധാരകാപുരി ഉണ്ടാക്കി. അവിടെ പോയപ്പോഴും സമാധാനം ഉണ്ടോ? ഇല്ല, സമാധാനം എങ്ങുമില്ല. അവസാന സമയത്ത് തന്നെ നോക്കൂ, ഭഗവാന് സ്വയം സ്വർഗത്തിലേക്ക്, ഭഗവാന്റെ ധാമിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു സമയത്ത് ഭഗവാന്റെ തന്നെ ലീല നോക്കൂ, എങ്ങനെയാ അമ്പേറ്റിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഭഗവാന് സ്വയം പോകാൻ പറ്റില്ലേ? അത് എവിടെയായി കഴിഞ്ഞാൽ എപ്പോഴും ഭഗവാന് ദുഃഖങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും മാത്രമേ ഉള്ളായിരുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് കാണിച്ചു തരുക? അല്ലെ ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം മാറ്റിക്കൂടെ? നമുക്ക് കാണിച്ചു തരുക. എന്താ കാണിച്ചു തരുന്നത്? ഇങ്ങനെയൊക്കെയാണ് ജീവിതം. എപ്പോഴും പട്ടുമെത്ത മാത്രമല്ല, പുഷ്പങ്ങൾ മാത്രമല്ല, കല്ലും ഉണ്ട്, മുള്ളും ഉണ്ട്. അത് ചവിട്ടിക്കൊണ്ട് വേണം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ പുണ്യപാപങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചു തീർക്കുക. കഴിഞ്ഞ ജന്മങ്ങളിലെ പാവങ്ങളാണ് നിങ്ങൾക്ക് രോഗങ്ങളായിട്ട് വരുന്നതെന്നാ പറയുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾ നല്ല ഒരു ജീവിതം ഈ സമയത്ത് ശ്രീമത് കുടുംബങ്ങളിൽ ജനിച്ചിട്ട് അതേപോലെ ശ്രീമത് ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അല്ലാതെ എന്റെ ഭഗവാനെ വിളിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അല്ലെ ഭഗവാൻ എനിക്ക് ഒന്നും തരുന്നില്ല. ഭഗവാൻ എന്താ നമുക്ക് തരേണ്ടത്? നമുക്ക് കാലും കൈയും തന്നിട്ടുണ്ട്, നല്ല ഒരു ഹെൽത്തി ബോഡി തന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു നല്ലൊരു പ്രപഞ്ചം ഭഗവാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പ്രപഞ്ചത്തിൽ എന്താ ഇല്ലാത്തത്? നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഭൂമിദേവി തന്നെ നമുക്കെല്ലാം അനുഗ്രഹിച്ചു തരുമെന്നുള്ളത്. അതല്ല, നമ്മൾ മര്യാദയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ വേനന്റെ സമയത്ത് നമ്മൾ പഠിച്ചു എന്നുള്ളത്. ആ വേനന്റെ എന്തായിരുന്നു? എല്ലാ നാമങ്ങളേ ഇല്ലായിരുന്നു ഭൂലോകത്ത്. ആ നാമങ്ങൾ ഇല്ലാതെ വന്ന സമയത്ത് എന്ത് ചെയ്തു? സ്വന്തം ഭർത്താവിന്റെ നാമങ്ങൾ ഇവിടെ കീർത്തിക്കപ്പെടുന്നില്ല എന്ന് കണ്ടപ്പം ഭൂമിദേവി എന്ത് ചെയ്തു? എല്ലാ അന്നങ്ങളും ധാന്യങ്ങളും എല്ലാം തന്നിലേക്ക് വലിച്ചു എന്നുള്ളതാ. വലിച്ചു കഴിഞ്ഞിട്ട് അതാണ് ഈ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് ഉണ്ടാവുന്നതെന്നുള്ളത്. അങ്ങനെയൊക്കെ ഭഗവാന്റെ നാമങ്ങളിലും ഭഗവാന്റെ കാര്യങ്ങളിലും ജീവിച്ചു നോക്കിയ പോലും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആലോചിക്കാമെന്നേ ഉള്ളൂ. നാമം ജപിക്കുന്ന വീട്ടില് നമ്മളൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. അതേസമയം വിളക്ക് വെക്കാതെയും നാമം ജപിക്കാതെയും ഒക്കെയുള്ള ഒരു വീട്ടിൽ നിങ്ങൾ ചെന്നേ പോലും നമുക്കൊരു 5 മിനിറ്റ് അവിടെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് എനർജി അവിടെ വരുന്നത്. അതായത് നമ്മൾ തന്നെ തീരുമാനിക്കണം, പോസിറ്റീവ് എനർജിയാണോ നമുക്ക് വേണ്ടത്, നെഗറ്റീവ് എനർജിയാണോ വേണ്ടത്. കുറെ മീനും വാങ്ങിച്ച് അതും വറുത്ത് അതിന്റെ ആ സ്മെല്ലും അല്ലെങ്കിൽ ഇറച്ചിയുടെ ആ സ്മെല്ലും, അങ്ങനെയാ ചില വീടുകളിൽ ചെല്ലുന്ന സമയത്തേ നമുക്ക് ഇറങ്ങാൻ തോന്നുന്നു എന്നുള്ളത്. ചില വീടുകളിൽ സത്യമായിട്ട് ജീവിക്കുന്ന ആ വീടുകളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, നാമജപമുള്ള വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പോസിറ്റീവ് എനർജി വേറെ ഒന്ന് തന്നെ. എന്തെല്ലാം ആരെല്ലാം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും അല്ലാന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കറിയാം, ഇവിടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ചിത്രകേതുവിന്റെ മനസ്സിന്റെ ആ അഹങ്കാരം മാറ്റാൻ വേണ്ടിയിട്ട് ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഒരടി കൊടുക്കുക. എന്താ? ഉമയെ കൊണ്ട് ശപിപ്പിച്ചു. എന്താണ് ശപിപ്പിച്ചത്? നീ ഒരു അസുരനായി പോകട്ടെ എന്ന് ശാപം കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ആ ചിത്രകേതു പക്ഷെ പോയോ ശാപമോക്ഷത്തിന്? ഇല്ല. ചിത്രകേതുവിനെ അറിയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എന്തോ കണ്ടിട്ടുണ്ട്, ഞാൻ ഭഗവാന്റെ ഭക്തനാണ്, ഭഗവാനിൽ അഭയം പ്രാപിച്ചവനാണ്. അതുകൊണ്ട് എനിക്ക് ശരണമേഘനെ ഗരുഡവാഹന, ശരണമേഘനെ ഗർവനാശന, ശരണമേഘനെ സച്ചിദാനന്ദ, ശരണമേഘനെ ഭക്തവത്സല. ആ ഭക്തവത്സലൻ എന്നെ കാത്തോളുമെന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി ശാപമോക്ഷത്തിന് പോലും പോയില്ല. മഹാദേവൻ അന്നേരം പാർവതി ദേവിയോട് പറയുന്നതും കണ്ടു, യഥാർത്ഥ ഒരു ഭക്തനാണ് അവനെ, അതുകൊണ്ട് അവന് ശാപമോക്ഷം പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ സ്വയം അവിടെ ചിരിക്കുന്നു എന്നുള്ളത്, മഹേശ്വരൻ സ്വയം അവിടെ ചിരിക്കുന്നു എന്നുള്ളതാ. അത്യന്ത സംഘവിലയായ ഭവ പ്രണീന്യോ നൂനം സ്വരൂപ്യ ഗിരിമാഭ്യമഹ സമാജേ നിശങ്കമംഗജാരീതം ശങ്കരം പരിഹസന്നുമയാഭിഷേവേ. അത്യന്ത എല്ലാവരും ഇങ്ങനെ എന്താ ചിത്രകേതു വിമാനത്തിൽ കൂടി അങ്ങനെ പോകുന്ന സമയത്ത് ന്യൂനം സ്വരൂപ്യ ഗിരിമാഭ്യ സമാജേ, കൈലാസത്തിന്റെ മുകളിൽ കൂടെ പോകുന്ന സമയത്ത് എന്താ കണ്ടത്? നിശങ്കമംഗൃത വല്ലഭ അംഗജാരി, ലോകഗുരുവായിട്ടുള്ള ഭഗവാനെ തന്നെ അങ്ങനെ തന്റെ പെണ്ണിനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മടിയിലിരുത്തിയിട്ട് ആത്മതത്വം വേറുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് കണ്ടിട്ട് എന്ത് ചെയ്തു? ശങ്കരം പരിഹസന്നുമയാഭിഷേകം, ശങ്കരനെ പരിഹസിച്ചു. അതുകൊണ്ട് ഉമയുടെ ശാപം ഏൽക്കേണ്ടി വന്നു. എന്താണ് ശാപം കൊടുത്തത്? നീ ഒരു അസുരനായി പോകട്ടെ എന്ന് ശാപം കൊടുക്കുന്നു. അങ്ങനെ വിത്രാസുരനായിട്ട് ചിത്രകേതു ജനിക്കുന്നു. നിസംഭ്രമയാ ത്വയം മയാ ജിരശാപമോശോ വിത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധേ
ഹത്യാത്മതത്വ കഥനെ സമരേ വിജേത്ര ശത്രോരവി ഭ്രമമവാസ്യ ഗദാ പദം തേ നിസ്സംഭ്രമയാ ത്വയമയാ മയാജിത ശാപമോക്ഷോ പിത്രാസുരത്വമവഗമ്യ സുരേന്ദ്രയോധി ഹത്യാത്മതത്വ കഥനെ സമരേ വിചിത്രം ശത്രോരവി ഭ്രമമവാസ്യ ഗദാ പദം തേ നിസ്സംഭ്രമാ ത്വയമയാജിത ശാപമോക്ഷോ നിസ്സംഭ്രമാ ത്വയമയാജിത ശാപമോക്ഷോ വിത്രാസുരത്തമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വ കഥനെ സമരേ വിചിത്രം ശത്രോരവി ഭ്രമമവാസ്യ ഗദാ പദം തേ നിസ്സംഭ്രമാ ത്വയമയാജിത ശാപമോക്ഷേ വിത്രാസുരത്തമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വ കഥനെ സമരേ വിചിത്ര ശത്രോരവി ഭ്രമമവാസ്യ ഗദാ പദം തേ ഹത്യാത്മതത്വ കഥനെ സമരേ വിചിത്രം ശത്രോരവി ഭ്രമമവാസ്യ ഗദാ പദം തേ നിസ്സംഭ്രമാ ത്വയ ഉമയാജിത ശാപമോഷോ അയാജിത ശാപമോഷോ പിത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വ കഥനെ സമരേ വിചിത്രം ശത്രോരവി ഭ്രമമവാസ്യ ഗദാ പദം തേ നിസ്സംഭ്രമയാ ത്വയ മയാജിത ശാപമോശം ഉമയുടെ ശാപമോശം എന്നാ വരുന്നത്. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. നിസ്സംഭ്രമസ്ത്വയമയാജിത ചാപമോക്ഷ വൃത്താസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരവി ഭ്രമമവാസ്യ ഗദാ പദം തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ അടുത്താളെ. ഹരേ കൃഷ്ണ. നിസ്സംഭ്രമസ്തമയാ ശാപമോഷോ പ്രദാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വ കഥനൈ സമേ വിചിത്രം ശത്രേരവി ഭ്രമവാസ്യ ഗദാ പദം തേ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ അടുത്താളെ. ഹരേ കൃഷ്ണ. ഓക്കെ, വായിച്ചോ. നിസ്സംഭ്രമസ്ത്വയ ഉമയാജിത ശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരവി ഭ്രമമവാസ്യ ഗദാ പദം തേ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഇനി അടുത്താളെ വായിച്ചോ. ഹരേ കൃഷ്ണ. നിസ്സംഭ്രമസ്ത്വയമയാജിത ശാപമോക്ഷ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരഭിഭ്രമമവാസ്യ ഗദാ പദം തേ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അടുത്താള് വായിക്കൂ. പ്രഭുജിമാര് വായിക്കേ. ഹരിബോൾ. വായിക്കട്ടെ മാതാജി. വായിച്ചു. വായിക്കേ. വായിക്കേ. എന്ത് പറ്റി? നെറ്റ് കിട്ടുന്നില്ലേ? നിസ്സംഭ്രമത്വയമയാചിത ശാപമോക്ഷോ വൃതാസുരത്വമുപഗമ്യ സുരേന്ദ്രസ്യ ഗദാ പദം തേ. ഹരേ സുരേന്ദ്രയോധി ഭക്താൽപ തത്വകഥനെ സമരേ വിചിത്ര. ഒരു വരി അങ്ങ് മെഴുങ്ങി. വിശക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഇല്ല മാതാജി. അല്ല ഭക്താന കേൾക്കാതെ കേൾക്കുന്നില്ല. തത്വകഥനെ സമരേ വിചിത്ര ശത്രോരവി ബ്രഹ്മവാസ ഗതപദന്തി. കേൾക്കാഞ്ഞ മാതാജി. ഞാൻ ചെല്ലിയായിരുന്നു. കേൾക്കാഞ്ഞത്. നെറ്റില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. നമ്മളിവിടെ ആദ്യം വിശ്വരൂപന്റെ കഥ പഠിച്ചായിരുന്നു അല്ലെ?
വിശ്വരൂപനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ദേവേന്ദ്രന്റെ ഗുരുവായിട്ട് വന്നു. ദേവേന്ദ്രന് എന്നുണ്ടെങ്കിൽ നാരായണ കവചം പറഞ്ഞു കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ദേവേന്ദ്രനെ അസുരന്മാരിൽ നിന്നിട്ട് അസുരന്മാരോട് യുദ്ധം ചെയ്ത് ദേവേന്ദ്രനെ ഇന്ദ്രലോകം തിരിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് വിശ്വരൂപന്റെ അമ്മയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു, അസുര സ്ത്രീ ആയിരുന്നു, അച്ഛൻ ദേവനായിരുന്നു. അതുകൊണ്ട് എന്തുവാ യജ്ഞഭാഗം ഒരു കൂറ് കാണുമല്ലോ. അതുകൊണ്ട് യജ്ഞഭാഗത്തിന്റെ ഒരു ഭാഗം ഉടുക്ക് അസുരന്മാർക്കും കൊടുക്കും, ദേവന്മാർക്കും കൊടുക്കും. അങ്ങനെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചപ്പം വിശ്വരൂപനെ ഇന്ദ്രൻ കൊല്ലുക ചെയ്യുന്നത്. കൊന്നു കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തുഷ്ടാവ് എന്ന് പറയുന്ന അച്ഛന് ഭയങ്കര സങ്കടം വന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവേന്ദ്രൻ ഇത്രയെല്ലാം സഹായം ചെയ്തു കൊടുത്തതിന് ശേഷവും ഇങ്ങനെ കാണിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് തുഷ്ടാവിൻ്റെത് വലിയൊരു യാഗം നടത്തുക, ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പുത്രൻ എനിക്ക് ജനിക്കണമെന്നുള്ളത്. പക്ഷേ ആ ഹോമമന്ത്രത്തിൽ എന്ത് പറ്റിയെന്നറിയാമോ? ആ ഒരു അക്ഷരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്നുള്ളതാ. ആ ഹോമാഗ്നിയിൽ നിന്നിട്ട് ആരാ വന്നത്? വൃത്രാസുരൻ ജനിക്കുന്നു എന്നുള്ളതാ. പക്ഷെ എന്താ ചെയ്തേ? ഇന്ദ്രനെ വധിക്കണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്താ പറ്റിയത്? ഇന്ദ്രനാൽ ഈ കുട്ടിയെ വധിക്കണമെന്നുള്ള ആ ഒരു മാറിപ്പോയി എന്നുള്ളത്. ഞാൻ ഇന്നലെ എക്സാമ്പിൾ പറഞ്ഞു, NO നോയും KNOW നോയും ഒരേപോലെയാ പറയുന്നത്. പ്രൊണൗൺസിയേഷൻ ഒരു ഗുണമാണെന്നുണ്ടെങ്കിൽ പക്ഷെ അർത്ഥങ്ങൾ എത്രയോ വ്യത്യാസമാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ അതേപോലെ സംഭവിച്ചു എന്നുള്ളതാ. തുഷ്ടാവിന് ഒരു പിഴ പറ്റി. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ദ്രനാൽ വധിക്കപ്പെടുന്ന ഒരു മോന് ഉണ്ടായി. പക്ഷെ ഇന്ദ്രനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് യാഗം നടത്തുന്നത്. അങ്ങനെ ഒരു കുട്ടിയെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ പറ്റിയത് എന്താണ്? വൃത്രാസുരന് ആണ് ആ ഹോമത്തിൽ നിന്ന് ജനിച്ചത്. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രനും വൃത്രാസുരനുമായിട്ട് ഭയങ്കര യുദ്ധം നടക്കുന്നു. ചിത്രകേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വജന്മത്തിൽ ഏറ്റവും വലിയ ചിത്രകേതുവാണ് വൃത്രാസുരനായിട്ട് വന്നത്. എങ്ങനെയാ വന്നത്? ഉമയുടെ ശാപം കൊണ്ടാണ് വന്നിരിക്കുന്നത്. പാർവതി ദേവിയുടെ ശാപം കൊണ്ടാണ് വൃത്രാസുരനായിട്ട് ഇവിടെ വരുന്ന ചിത്രകേതു. പക്ഷേ ചിത്രകേതു വൃത്രാസുരനായിട്ട് വന്നു. പക്ഷെ ഈ ചിത്രകേതു പൂർവ്വജന്മത്തിൽ ഭയങ്കര ഭക്തനല്ലേ. അതുകൊണ്ട് വൃത്രാസുരനാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്തും ആ ആത്മതത്വം പറഞ്ഞു കൊടുക്കുന്നു. അവസാന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും വൃത്രാസുരനെ കൊല്ലാൻ പറ്റുന്നില്ല. വൃത്രാസുരൻ തന്നെയാ പറയുന്നത്, നിന്റെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്നെ എങ്ങനെയെങ്കിലും കൊല്ലു, അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് കൊല്ലിക്കുന്നു എന്നുള്ളത്. അത്രയ്ക്കും ഇതായിരുന്നു വൃത്രാസുരന്റെ കാര്യം. അങ്ങനെ അദ്ദേഹം മോശം കിട്ടിയിട്ട് ഭഗവത് സാന്നിധ്യത്തിലേക്ക് പോകുന്നു. ആ മോശം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ഒരു ലീലയായിരുന്നു ചിത്രകേതുവിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതും അങ്ങനെ ഉമാദേവി ശാപം കൊടുത്തതും എന്നുള്ളതാ. ഭഗവാന്റെ ലീലകൾ നമുക്ക് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നുള്ളതാ. നമുക്ക് എന്ത് പ്രയാസം വന്നു കഴിഞ്ഞാലും ഭഗവാൻ എന്തോ അതിന്റെ പിന്നിൽ കണ്ടിട്ടുണ്ട്. അന്നേരം ആ പിന്നിൽ കണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മളെ കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഒന്നും നനയ്ക്കാതെ ഭഗവാൻ ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്നുള്ള ആ ഉറച്ച വിശ്വാസം എല്ലാവരും വെക്കിനെ. അന്നേരം ആ ഭഗവാൻ നമ്മളെ കൈപിടിച്ചുകൊണ്ട് നടന്നോളും, ഒരു കുഴപ്പം വരത്തില്ല എന്നുള്ളതാണ്. പാർവതി ദേവി ശപിച്ചതിൽ എന്തെങ്കിലും പരിഭ്രമം ഉണ്ടായോ? ഇല്ല. ശാപമോ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചിട്ട് ശാപമോക്ഷം പോലും ചോദിക്കാതെ വിശ്വരൂപന്റെ അച്ഛനായിട്ടുള്ള തുഷ്ടാവ് എന്നിട്ട് എന്ത് ചെയ്തു? നടത്തിയ ഹോമാഗ്നിയിൽ നിന്നിട്ട് ആര് വന്നു? ചിത്രകേതുവിന്റെ പുനർജന്മമായിട്ട് ആരാ വരുന്നത്? വൃത്രാസുരന്. ഓർത്തോണം. ദേവേന്ദ്രനുമായിട്ട് ഭയങ്കര യുദ്ധം നടക്കുന്നത്. യുദ്ധത്തില് ശത്രുവായിട്ടുള്ള ദേവേന്ദ്രന് പോലും എന്താ കൊടുക്കുന്നത്? ആത്മതത്വോപദേശം ചെയ്തു കൊടുക്കുന്നു വൃത്രാസുരന്. എന്തുകൊണ്ടാ? കഴിഞ്ഞ ജന്മങ്ങളിലെ ചിത്രകേതു അത്രയ്ക്ക് വലിയ ഒരു ഭക്തനായിരുന്നു. അതുകൊണ്ട് എന്നിട്ട് തത്വോപദേശം ചെയ്തിട്ട് ഇന്ദ്രന് എന്ത് ചെയ്തു? ഇന്ദ്രനാൽ വധിക്കപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം വൈകുണ്ഠപ്രാപ്തി കിട്ടി എന്നുള്ളതാണ്. ഭഗവത് ഭക്തിയുടെ മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒന്ന് നനയ്ക്കാതെ ഭഗവാൻ ഒന്നും ചെയ്യില്ല. അങ്ങനെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ചിത്രകേതുവിന് വൈകുണ്ഠപ്രാപ്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഭഗവാന്റെ ലീലകൾ അവിടെ നടന്നത്. അതൊന്ന് വായിക്കാം. അയാജിര ശാപമോച്ചോ. അവിടെ ഉമയെന്നും ചില ബുക്കുകളിൽ ഉണ്ട് കേട്ടോ. ഉമയുടെ ശാപത്തിന്റെ മോശം ചോദിച്ചില്ല എന്ന് പറയുന്നത്. നിസംഭ്രമാതയമ അയാജിത ശാപമോച്ചോ വിത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്താത്മതത്വകഥനേ സമരേ വിചിത്രം ശത്രോരവിഭ്രമമവാസ്യ ഗദാപദം ദേ. അയന്ത് നിസ്സമമാ. എന്നിട്ട് ഉമയുടെ ശാപത്തിൽ എന്തെങ്കിലും പരിഭ്രമം ഉണ്ടായോ ചിത്രകേതുവിന്? ഇല്ല. എന്നിട്ട് ശാപമോശം കൊടുത്തോ ചോദിച്ചോ? ഇല്ല. എന്നിട്ട് ആരായിട്ടാണ് അടുത്തത് വരുന്നത്? വിത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി. വിത്രാസുരനായിട്ട് എന്താ വരുന്നു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആരുമായിട്ടാണ് യുദ്ധം തുടങ്ങുന്നത്? സുരേന്ദ്രനുമായിട്ട് എന്ന് പറഞ്ഞാൽ ഇന്ദ്രനുമായിട്ട് യുദ്ധം തുടങ്ങുന്നു. ആ യുദ്ധ സമയത്ത് എന്താണ് ചെയ്യുന്നത്? ഭക്താത്മതത്വ കഥനേ സമരേ വിചിത്രം. ആ യുദ്ധ സമയത്ത്
ആ ഭക്തനായതുകൊണ്ട് എന്താ കൊടുക്കുന്നത്? ആത്മതത്വോപദേശം ദേവേന്ദ്രന് പോലും കൊടുക്കുന്നുള്ളതാ. യുദ്ധം ചെയ്യുക, പക്ഷെ പറയുന്നത് എന്താണ്? ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കുന്നു വിത്രാസുരൻ. ആർക്ക്? സുരേന്ദ്രന്. സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവേന്ദ്രന്. ശത്രോരവി ഭ്രമം അഭാസ്യ ഗത പദം തേ. അതുകൊണ്ട് എന്താ, യുദ്ധം ചെയ്തിട്ട് ആത്മതത്വോപദേശം കൊടുത്തിട്ട് എന്തായി? ദേവേന്ദ്രന് പോലും അജ്ഞാനം നീക്കിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? പിന്നെ അജ്ഞാനം നീക്കിയിട്ട് വിത്രാസുരന് പറഞ്ഞു, നീ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്നെ വധിക്കൂ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ വധിച്ച് എവിടെ പോയി? തേ പദം ഗത, ഇന്ദ്രപരിയുടെ ലോകം പ്രാപിക്കുന്നു, ഭഗവാന്റെ ലോകം പ്രാപിക്കുന്നു. ഇതെല്ലാം പട്ടതിരിപ്പാട് എന്താ പറയുന്നത്? എല്ലാം ഭഗവാനോട് പറയുന്നതായിട്ടാണ് പറയുന്നത്. മനസ്സിലായി പറഞ്ഞ് എല്ലാം നോക്ക്. തേ പദം ഗതാഹ, ഇന്ദ്രപടിയുടെ ലോകം പ്രാപിച്ചു. വിചിത്രം വിചിത്രം എന്ന് സമരേ വിചിത്രം. വിചിത്രമാണല്ലോ അങ്ങയുടെ ലീലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റുന്നില്ല. എന്താണ് ഭഗവാന്റെ ആ ലീലകള്? അന്ന് പറഞ്ഞില്ലേ, എന്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ പിമ്പിൽ ഒരു കാരണം ഉണ്ടാവും. ആ കാരണമില്ലാതെ ഭഗവാൻ ഒന്നും ചെയ്യില്ല എന്നുള്ളത്. ഒന്നും കാണാതെ ഭഗവാൻ ഒരു കാര്യങ്ങളും ചെയ്യില്ല. അന്നേരം എപ്പോഴും നമ്മൾ ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു നിമിത്തമാണ്. ആ നിമിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഭഗവാൻ നേരത്തെ കൂട്ടി നമുക്ക് എഴുതി വിട്ടിരിക്കുക ഇത്. പുണ്യഭാവങ്ങൾ എത്രയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മൾ അനുഭവിച്ച് തീർത്തതിന് ശേഷം മാത്രമേ നമുക്ക് മോശപ്രാപ്തി കിട്ടൂ. പുണ്യവും നമുക്ക് ഉണ്ടാവാൻ പാടില്ല, പാപവും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു സന്തുലനാവസ്ഥ വരുന്ന സമയത്താണ് നമുക്ക് മോശപ്രാപ്തി കിട്ടുന്നതെന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഓർത്തോണം, നമുക്ക് എന്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓർത്തോണം, നല്ലതിന് വേണ്ടിയിട്ടാണെന്ന്. എപ്പോഴും നമ്മൾ എന്ത് വേണം? ശുഭാപ്തി വിശ്വാസം എപ്പോഴും നമ്മൾ നോക്കണം. എപ്പോഴും നമുക്ക് പോസിറ്റീവ് തിങ്കിങ് ആയിരിക്കണം നമ്മുടെ ഉള്ളിലുള്ളത്. ആ പോസിറ്റീവ് തിങ്കിങ് ആണെങ്കിലുണ്ട്, നെഗറ്റീവ് വന്നപ്പോഴും നമ്മൾ ടച്ച് ചെയ്യില്ല എന്നുള്ളത്. തൊടില്ല, പൊക്കോളും അങ്ങ്. അതുകൊണ്ട് എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. ചിലർ പറയുന്നത് കേട്ടില്ലേ, എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. ശരിയാവാതെ എവിടെ പോകാനെ കൊണ്ട? സത്യം ശരിയാവും. ആ പോസിറ്റീവ് തോട്ടാണല്ലോ അവർക്കുള്ളത്, തിങ്കിങ് ആണല്ലോ അവർക്കുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടല്ലോ, എല്ലാം ശരിയാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു വിത്രാസുരന്റെ പാഠത്തിൽ ചിത്രകേതുവിന്റെ ആ ഒരു ശാപം, ഉമ്മയുടെ ശാപം കൊടുത്തത് തന്നെ ചിത്രകേതുവിന് എന്തുകൊണ്ടാ? ഭഗവാന്റെ ഒരു ലീല. എന്തിനാ? ഒരു ശകലം അവന് അഹങ്കാരം ഉണ്ടായിരുന്നു. ആ അഹങ്കാരം ഇല്ലാതാക്കിയിട്ട് എന്ത് ചെയ്യണം? ഭഗവത് പദത്തിലേക്ക് മുക്തിപ്രാപ്തി കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് മരുത്തുക്കളുടെ ഉൽപ്പത്തി. ഇതിനകത്ത് ഒരുപാട് കഥകൾ വന്നു എന്നുള്ളത്. എന്താ? ആദ്യം ദശചരിതം വന്നു, അത് കഴിഞ്ഞിട്ട് ചിത്രകേതുവിന്റെ കഥ വന്നു. ചിത്രകേതുവിന്റെ കഥ വന്നിട്ട് ചിത്രകേതു വിദ്യാധരനായ കഥ വന്നു. വിദ്യാധരനായതിനു ശേഷം എന്തായി? ശാപം കിട്ടുന്നു. ശാപം കിട്ടിയതിനു ശേഷം ഭഗവാന്റെ പ്രാപ്തി, വൈകുണ്ഠ പ്രാപ്തി കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് കഥകൾ ഇവിടെ വളരെ രസമായിട്ട് പട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ഇനി അടുത്തത് ഒരു ശ്ലോകം കൊണ്ട് മരുത്തുകളുടെ ഉൽപ്പത്തിയാണ് ഈ പറയുന്നതെന്നുള്ളതാണ്. ദിതിയും അതിഥിയും. ദിതി എന്ന് പറഞ്ഞ അസുരന്മാരുടെ അമ്മ. അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടെ അമ്മയാണ്? പറയൂ, ആരുടെ അമ്മയാണ്? ഇന്ദ്രന്റെ ദേവന്മാരുടെ ദേവന്മാരുടെ അമ്മയാണ് അതിഥി. ഇത് ഇവരുടെ രണ്ടിന്റെ അച്ഛൻ വലിയ രസമാണ്. ആരാണ്? ഒരേ അച്ഛനാണ്, കശ്യപന്. മനസ്സിലായോ? ഉരകങ്ങളുടെ എല്ലാവരുടെയും അച്ഛനാണ് ഈ കശ്യപൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ, ഇന്ദ്രനെ വധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇന്ദ്രൻ മുഖാന്തരമാണല്ലോ ഹിരണ്യാശനെയും ഹിരണ്യകശിപനെയും കൊന്നത്. ഇന്ദ്രൻ ചെന്ന് ഭഗവാനോട് കംപ്ലൈന്റ് പറഞ്ഞതിന് ശേഷമല്ലേ ഹിരണ്യാശനെ കൊന്നത്. അതുകൊണ്ട് ആ ദിതി എന്ത് ചെയ്തു? ഇന്ദ്രനെ വധിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു പുത്രൻ ഉണ്ടാവണമെന്ന് ഭർത്താവിനോട് പറയുന്നു. ഭർത്താവിനോട് പറഞ്ഞിട്ട്, ഭർത്താവാണെന്ന് കശ്യപനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരി, അത് തന്നെ ആവട്ടെ. അവർക്കൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘജ്ഞാനികളാണ്. അവരെല്ലാം എന്താ ചെയ്യുന്നത്? ആ ദീർഘജ്ഞാനം ഭഗവാന്റെ തന്നെ ഇച്ഛയാണ് ഇത് എന്നുള്ള രീതിയിൽ ദിതിക്ക് പുത്രോത്പാദനം ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വ്രതം എടുക്കണം, പുംസവന വ്രതം. മനസ്സിലായോ? അത് ആ 1 വർഷം നീണ്ടിരിക്കുന്നതാണ്. അതിനകത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ പാടില്ല, ശുദ്ധവൃത്തിയോടുകൂടി വേണം. അങ്ങനെ കുറെ നിയമങ്ങളുണ്ട്. സന്ധ്യസമയത്ത് ഉറങ്ങാൻ പാടില്ല, പകൽ ഉറങ്ങാൻ പാടില്ല, എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ശരിയാവില്ല. അതിപ്പോഴത്തെ ഗർഭിണികളോട് നമ്മൾ പറയുന്നത് അത് തന്നെയാണ് ഈ കശ്യപനും ദിതിയോട് പറഞ്ഞു കൊടുത്തത്. പക്ഷെ 1 വർഷക്കാലമാണ് പറഞ്ഞത്. പക്ഷേ ഈ വിവരം ആരറിഞ്ഞു? ഇന്ദ്രൻ അറിഞ്ഞു. ഇതേപോലെ വല്യമ്മയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്? മൂത്തമ്മയല്ലേ,
എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പുത്രനെ ഗർഭത്തിൽ ചുമക്കുന്നു. എങ്ങനെങ്കിലും ആ വ്രതം മുടക്കണം. ആ പുംസവന വ്രതം ശരിക്കും എടുത്താൽ മാത്രമേ ഇത് ആവുള്ളൂ. ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പുത്രൻ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ഈ വ്രതം എങ്ങനെങ്കിലും മുടക്കണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇന്ദ്രൻ ബ്രാഹ്മണ വേഷത്തിൽ വരും. ഒരു ബ്രാഹ്മണ കുട്ടിയായിട്ട് അവിടെ പിന്നെ ആശ്രമത്തിൽ വരുന്നു. എന്നിട്ട് പറയുന്നു, അമ്മ ഇപ്പം ഗർഭിണിയല്ലേ, അമ്മയ്ക്ക് ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അമ്മയെ ശുശ്രൂഷിക്കാം, അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ആ ആശ്രമത്തിൽ കടന്നുകൂടുന്നു എന്നുള്ളതാണ്. ദീദി പറഞ്ഞു, ശരി, നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടി, ഒരു കുഴപ്പവും ഇല്ല, നമുക്ക് നീ ഇവിടെ തന്നെ നിന്നോളൂ, എന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ നിന്നോളൂ എന്ന് പറയുന്നത്. അങ്ങനെ എപ്പോഴാണ് ഈ അവസരം കിട്ടുന്നത് ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നുള്ള ആ അവസരം പാർത്ത് ഇന്ദ്രൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം എന്താ ദിതിയാണെന്നുണ്ടെങ്കിൽ പകൽ കിടന്നുറങ്ങുന്നു. പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഉറങ്ങാൻ പാടില്ല എന്നുള്ളത്. ഇതാണ് അവസരം എന്ന് കരുതിയിട്ട് ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹിമ ലിഹിമ ഒക്കെ ഉണ്ടല്ലോ. ആ ലിഹിമയില് വളരെ ചെറുതായിട്ട് എന്ത് ചെയ്തു? ദിതിയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടിയെ വെട്ടുക. വെട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് ആ കുട്ടി പറയുന്നു, ചേട്ടാ എന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ അങ്ങക്ക് ഒരു ഉപദ്രവം ചെയ്യില്ലല്ലോ. അങ്ങനെ 49 കഷണങ്ങളാക്കി എന്നാ പറയുന്നത്. ആ കുട്ടികൾ എല്ലാവരും കൂടി പറയുന്നു, അങ്ങയുടെ എന്താ ഞങ്ങള് അങ്ങയുടെ മിത്രമാണ്, അങ്ങയുടെ ശത്രുവല്ല, അങ്ങയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളവരല്ല ഞങ്ങളെ, അങ്ങയുടെ മിത്രമാണെന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആ വ്രതം ശരിക്കും എടുത്തില്ലല്ലോ. അതുകൊണ്ട് കശ്യപൻ അന്നേരെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വ്രതം പറഞ്ഞു തന്നെ കൊടുത്തതെന്നുള്ളതാണ്. അതുകൊണ്ട് എന്തായി, ദിതി ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് ഈ കുട്ടികളും ഇന്ദ്രനും കൂടി വെളിയിൽ വരുന്നു. അന്നേരം ഇന്ദ്രൻ ചെയ്ത വേലയായതെന്ന് മനസ്സിലായി. പക്ഷേ എന്തായി, ദിതിക്ക് യാതൊരുവിധ കോപവും ഇന്ദ്രനോട് തോന്നിയില്ല. എന്തുകൊണ്ടാണ്? അതേപോലുള്ള വ്രതമാ അവരെടുത്തത്. മനസ്സിലായോ? അന്നേരം അവരുടെ ആ ദുഷ്ടചിന്തകളെല്ലാം മനസ്സിൽ നിന്നോട്ട് മാറി ഇന്ദ്രനെ മരുത്തുകളെയും അവരെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുത്തുക്കൾ എന്നാ പറയുന്നത്. ആ മരുത്തുകളെ അനുഗ്രഹിച്ചിട്ട് ഇന്ദ്രൻ സ്വർഗലോകത്തേക്ക് തിരിച്ചു പോകുന്നു. അതാണ് ഇതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. തോൽസേവനേന ദിതിരിന്ദ്രവദോത്യതാഭീതാൻ പ്രത്യുദേന്ദ്ര സുഹൃദോ മരുദോഭിലേഭേ ദുഷ്ടാശയേഭിസ്വദൈവ ഭവന്നിഷേവാ തത്താദൃശത്തമവാപാം പവനാലയേശ ത്വത്സേവനേന ദിതിരിന്ദ്രവദോദ്യതാഭി താൻ പ്രത്യുദേന്ദ്ര സുഹൃദോ മരുദോഭിലേഭേ ദുഷ്ടാശയേഭി സുവദൈവ ഭവന്നിഷേവാ തത്താദൃശത്തമവാപാം പവനാലയേശ ത്വത്സേവനേന ദിതിരിന്ദ്രവദോദ്യതാഭി താൻ പ്രത്യുദേന്ദ്ര സുഹൃദോ മരുദോഭിലേഭേ ദുഷ്ടാശയേവി സുഭദൈവ ഭവന്നിഷേവ തത്താദശത്തമവമാം പവനാലയേശ. വായിക്കൂ. ഹരേ കൃഷ്ണ. ദിതിരിന്ദ്രവധോദ്യതാപി പ്രത്യുദേന്ദ്ര സുഹൃദോ മരുദോഭിലേഭേ ദുഷ്ടാശയേ വിശുഭദൈവ ഭവന്നിഷേവ തത്താദോഷസ്ത്വമവ മാം പവനാലയേശ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തൽസേവനേന ദിതിരേന്ദ്രവദോദ്യതാപി താൻ പ്രത്യുദേന്ദ്ര സുഹൃദോ മരുദോഭിലേഭേ ദുഷ്ടാശയേ ശുഭദൈവ ഭവന്നിഷേവ തത്രാദിശസ്ത്വമവമാം പവനാലയേശ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ അടുത്തത്. ഹരേ കൃഷ്ണ. തത്സേവനേന ദിതി ഇന്ദ്രവധോദ്യതാഭി തൻ പ്രത്യുദേന്ദ്ര സുഹൃദോ മരുദോഭിലേഭേ ദുഷ്ടാശേ അഭിശുഭദേവ ഭവനിഷേവ തത്വദൃശസ്ത്വമവത് മാം പവനാലയേശ. ഹരേ കൃഷ്ണ. പവനാലയേശ. ഹരി ബോൾ. അതിന് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വായിച്ചോളൂ. വായിക്കാത്ത ആളുകൾ മൈക്ക് തുറന്നിട്ട് വായിക്കേ. വായിക്കാൻ അറിയില്ലേ? അല്ല ഒരു മാതാജി വായിച്ചോളൂ, അല്ല ഒരു പ്രഭുജിയോട് വായിക്കോളൂ. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ. ദിതിരിന്ദ്രവദോദ്യതാപി താൻ പ്രത്യുദേന്ദ്ര സുഹൃദോ മരുദോഭിലേഭേ
ദുഷ്ടാശേപി ശുഭദൈവ ഭവന്നിഷേവ തത്താദൃശസ്തവ മാം പവനാലേശ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. അല്ലേ, എത്ര മടിച്ചതുണ്ട് പിന്നെ വായിക്കാന്. ആ, വേറെ ആരേലൂടെ വായിക്കൂ. വായിക്കാത്തവർക്ക് ചാൻസ് കിട്ടുന്നല്ലേ, വായിക്കൂ. അതെ മാതാജി, ഇത് കഴിഞ്ഞിട്ട് സർവത്ര ഗോവിന്ദ ആ, പറയണം. നമുക്ക് പറയാം. തത്സേവനേന ദിദീരീന്ദ്ര വയോദ്യതാപി താൻ പ്രത്യുതേന്ദ്ര സുഹൃദോ മരുതോ പിലേപേ ദുഷ്ടാശയേ വിശുഭദൈവ ഭവന്നിഷേവ ദത്താദൃശസ്തവമവമാം പവനാലയേശ ഹരി സർവത്ര ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗോവിന്ദ. ആ, സുനിലെ ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഉം. സേവനേന ദിദിരിന്ദ്രവധോദ്യതാപി താൻ പ്രത്യുതേന്ദ്ര സുഹൃദോ മരോഭിലേഭേ ദുഷ്ടാശയേപി ശുഭദൈവ ഭവന്നിഷേവ തഥാദൃശസ്ത്വമവ മാം പവനാലേശ. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മഹാബന്ധു പ്രഭു വായിച്ചോളൂ. ഇല്ലയോ, പോയോ? ആ, ഇനി നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ഹിരണ്യാക്ഷനെയും ഹിരണ്യകശുവിനെയും കൊന്നതുകൊണ്ട് എന്തായി? വിഷ്ണുവിനെ കൊണ്ടല്ലേ കൊല്ലിച്ചത്. എന്നിട്ട് എന്തായി? ദിതിക്ക് ഭയങ്കര ദേഷ്യം വന്നു വിഷ്ണുവിനോട്. അതിന് എന്ത് പറഞ്ഞു? വിഷ്ണുവിനെ ആരാ കൊണ്ടുവന്ന്? ഇന്ദ്രനല്ലേ കൊണ്ടുവന്നത്. അന്നേരം ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു പുത്രനെ, ഒന്നുകൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പുത്രനെ എനിക്ക് തരണമെന്ന് എന്തായി? തന്റെ ഭർത്താവിനോട് യാചിക്കുന്നു ദിതി. അതുപോലെ കശ്യപ മഹർഷി എന്ത് ചെയ്തു? ഒരു കുട്ടിയെ സന്താനോത്പാദനം ചെയ്തു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, 1 വർഷം നീണ്ടു നിൽക്കുന്ന പുംസവന വ്രതം അത് കറക്റ്റിന് എടുക്കണമെന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? പകൽ കിടന്നുറങ്ങാൻ പാടില്ല, നല്ല വൃത്തിയായിട്ടിരിക്കണം, പൂജാതി കർമ്മങ്ങൾ എപ്പോഴും ചെയ്യണം, ഭഗവാന്റെ നാമങ്ങൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാവൂ, വേറെയുള്ള ഒരു ദുഷ്ടചിന്തകളും ഉണ്ടാവരുത്, ഷഡ്വൈരികൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകണം. അങ്ങനെയുള്ള എല്ലാവരും നിർദ്ദേശങ്ങളും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുകൊണ്ട് പറഞ്ഞു, ഇന്ദ്രനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും? എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു പുത്രൻ തന്നെ ജനിക്കും. ആദ്യം ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ബ്രാഹ്മണ കുട്ടിയുടെ വേഷത്തില് ദിതിയുടെ ആശ്രമത്തിൽ വരുന്നു. ദിതിയെ ശുശ്രൂഷിക്കാനുള്ള വ്യാജേന അവിടെ താമസിക്കുന്നു. താമസിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്? ദിതിയെ വളരെ കാര്യമായിട്ട് ശുശ്രൂഷിക്കുന്നു. പക്ഷെ ഒരു ദിവസം വൈകുന്നേര സമയത്ത് ദിതി ഉറങ്ങിപ്പോന്നു, സന്ധ്യാസമയത്ത്. അന്നേരം ഇന്ദ്രൻ ആ തക്കം നോക്കിയിട്ട് ഗർഭത്തിൽ കയറുവാണെന്നുള്ളതാ. ഇവർക്ക് പിന്നെ ഭഗവാൻ, ഇവരെന്ന് പറഞ്ഞ ദേവന്മാരല്ലേ, അവർക്ക് ഹിമാമ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അറിയാതെ വളരെ സൂക്ഷ്മമായിട്ട് ഇവരുടെ ഗർഭപാത്രത്തിൽ ചെന്നിട്ട് ഈ കുട്ടികളെ ഈ കുട്ടിയെ കൊല്ലുക ചെയ്യുന്നത്. കൊന്നിപ്പോ ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, ഞാൻ അങ്ങയുടെ ഹന്താവല്ല, ഞാൻ അങ്ങയുടെ സഹായിയാണ്, അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ എന്നെ കൊല്ലലേന്ന് പറഞ്ഞ് യാചിക്കുന്നുണ്ട്. പക്ഷെ ഇന്ദ്രനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്റെ വജ്രായുധം കൊണ്ട് അതിനെ 49 പീസസ് ആക്കുന്നു എന്നുള്ളതാ. പക്ഷെ അവരെല്ലാവരും പറയുന്നുണ്ട്, ഞങ്ങള് ഇന്ദ്രനെ ഞങ്ങളുടെ ചേട്ടനാണ്, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ കൊല്ലുന്നില്ല. പക്ഷെ അതുകൊണ്ട് എന്തുകൊണ്ടാ കൊല്ലാതെ പോയത്? പുംസവനവ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭംഗം വന്നു. ആ ഭംഗം വന്നത് കൊണ്ട് എന്തായി? ഇവര് എല്ലാവരും ഓപ്പോസിറ്റായി, ഇന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളവരായി. അങ്ങനെ ആ ഇന്ദ്രനും 49 മരുത്തുകളും കൂടി ദിതിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ദിതി ഉണരുന്ന സമയത്ത് ഇവരെല്ലാവരും നിൽക്കുന്നു. പക്ഷേ മനസ്സിലായി ഇന്ദ്രന്റെ വേലയാണ് ഇതെന്നുള്ളത്. പക്ഷേ ഇന്ദ്രനെ അവർ ശപിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ യാതൊരുവിധ കാര്യങ്ങളും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ദുഷ്ടത കരുതി ഭജിച്ച ദിതിക്ക് പോലും എന്തായി? ഭഗവാൻ ഗുണം വരുത്തി എന്നുള്ളത് എന്തുകൊണ്ടാ? ആ വ്രതം കൊണ്ട്. യാതൊരു ദുർവിചാരം കൂടാതാണെന്നുണ്ടെങ്കിൽ തന്നെ ഭജിക്കുന്ന ആ ദുർവിചാരം കൂടാതെ പട്ടതിരിപ്പാട് അവിടെ പറയുക, ദുഷ്ടത ഓർത്തിട്ടാണെന്നുണ്ടെങ്കിൽ ദിതി ഇത്രയും വ്രതം എടുത്തത്. പക്ഷെ അവരെ പോലും അങ്ങ് രക്ഷിച്ചു. അങ്ങനെയാണ്? ഇന്ദ്രനും മരുത്തുക്കളെയും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരുവിധ കുഴപ്പമില്ലാതെ അവരെ ദിതി സംരക്ഷിച്ചു എന്നുള്ളത്. അതുകൊണ്ട് അവരുടെ പോലും മനസ്സിലെ ദുഷ്ടതകളെല്ലാം പോയി. എന്തുകൊണ്ടാണ് പോയത്? അതേപോലെ ഭഗവത് ചിന്ത കൊണ്ടാണ് പോയത്. അതുകൊണ്ട് എന്താണ് പട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത്? എന്താ? യാതൊരു ദുർവിചാരവും കൂടാതെ ഭജിക്കുന്ന എന്നെ എന്താ രക്ഷിക്കാത്തത്? കഷ്ടമാ ഭഗവാനെ എന്നാ പറയുന്നത്. ഭഗവാനോട് കംപ്ലൈന്റ് പറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? തൊൽസേവനേന ദിതിരിന്ദ്ര വധോദ്ധതാവി.
ദിതി എന്ത് ചെയ്തു? സേവനേന ദിതിരിന്ദ്ര വധോത്തതാവി, അങ്ങയുടെ സേവിച്ചിട്ട് എന്തായി? ഇന്ദ്രനെ വധിക്കാൻ വേണ്ടി ദിതി ഇന്ദ്ര വധോത്തതോവി, ഇന്ദ്രനെ വധിക്കാൻ വേണ്ടിയിട്ട് ഉദ്യമിച്ചു എന്നുള്ളതാണ്. താൻ പ്രത്യുതേന്ദ്ര സുഹൃതോ മരുതോ വിലേപേ, ഇന്ദ്രന്റെ സുഹൃത്തായിട്ടുള്ള താൻ പ്രത്യുതേന്ദ്ര സുഹൃതോ മരുതോ വിലേപേ, പക്ഷെ കൊല്ലാൻ വേണ്ടിയിട്ട് ദിതി ഇവിടെ ആഗ്രഹിച്ചു. പക്ഷെ എന്തായി അവിടെ? പ്രത്യുതേന്ദ്ര സുഹൃത്തോ മരുതോ വിലേവേ, ഇന്ദ്രന്റെ സുഹൃത്തുക്കളായിട്ട് അവര് മാറ്റിയെടുത്തു എന്നുള്ളതാണ്. താൻ മരുത അഭിലേവേ ദുഷ്ടാശേവി സുഹൃദൈവ ഭവൻ നിഷേവ, ദുഷ്ടഹൃദയനെ പോലും സേവിക്കുന്ന അവിടുന്ന് എല്ലാവർക്കും ഗുണമായിട്ട് വരൂ. ഹേ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള എന്താ തത്താദർശത്തമവമാ പവനാലയേശ, അപ്രകാരമുള്ള നിന്തിരുവടി എന്നെയും രക്ഷിക്കണേ. ഇത്രയും ദിവസമായി എനിക്ക് അങ്ങയിൽ നിന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു അനുഗ്രഹവും കിട്ടുന്നില്ല. ദുഷ്ടരായിട്ടുള്ള ആൾക്കാരെ പോലും അങ്ങ് അനുഗ്രഹിക്കുന്നു. ഇവിടെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ കുട്ടിയെ വേണമെന്ന് പറഞ്ഞത്? ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ആ ദുഷ്ടത വിചാരിച്ചിട്ടല്ലേ, എന്നിട്ട് പോലും അവരെയും അനുഗ്രഹിച്ചു എന്നുള്ളതാ. അതുകൊണ്ട് എന്നെയും അങ്ങനെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നുള്ള ആ ഒരു പ്രാർത്ഥന ആരിൽ നിന്നിട്ടുണ്ടാകുന്നു ഇവിടെ? അങ്ങനെ ആരിൽ നിന്നാണ് ഉണ്ടാവുന്നത്? ഭട്ടതിരിപ്പാടിൽ നിന്നിട്ട്. ആരാണ് ഭട്ടതിരിപ്പാട്? ആരാണ്? നാരായണ ഭട്ടതിരിപ്പാട് ആരാണ്? വാതരോഗം വന്ന് അല്ലല്ല, വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാതരോഗം പിടിപെട്ടാണ് ഭജന ഇരിക്കാൻ പോയിരിക്കുന്നത്. ഗുരുവായൂർ വന്നിട്ട് നാരായണീയം നാരായണത്തിന്റെ ഓദറാണ്, രചയിതാവാണ് അദ്ദേഹം. മനസ്സിലായോ പറഞ്ഞത്? അന്നേരം ഞാൻ ഇത്രേ ഭക്തിയോടുകൂടി അങ്ങേ ഭജിക്കുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അങ്ങയുടെ എനിക്ക് ഒന്നിനും പറ്റുന്നില്ലല്ലോ, ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു ഭക്തി ഇല്ലാത്ത ആൾക്കാർ അങ്ങയെ പ്രദക്ഷിണം ചെയ്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നടക്കുന്നുണ്ട്. അവരൊക്കെ വളരെ സന്തോഷമായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. പക്ഷെ എനിക്ക് മാത്രം എന്താ ഭഗവാൻ ഇങ്ങനെയെന്നുള്ള ആ ഒരു ചിന്തയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭട്ടതിരിപ്പാടിന് ഞാൻ ഇത്രയും അങ്ങേ ഭജിച്ചണെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യരുടെ കൂട്ട് എന്താ നമ്മളും അങ്ങനെയല്ലേ പറയുന്നത്? ഞാൻ എന്തെല്ലാം ഭഗവാനെ അങ്ങേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു, ഞാൻ എന്തെല്ലാം കാര്യങ്ങളിൽ കൂടിയാണ് മുന്നോട്ട് ഭഗവാനെ അങ്ങേക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, എന്നിട്ട് എനിക്ക് ഈ ഗതി വന്നല്ലോ. മിക്കവാറുള്ളവർ പറയുന്നത് എനിക്ക് ഈ ഗതി വന്നല്ലോ, യാതൊരുവിധ ഫലവും ഇല്ല എന്നുള്ള ആ ഒരു രീതിയിലാണ് എല്ലാ ആൾക്കാരും പറയുന്നതെന്നുള്ളതാ. പക്ഷെ ഭഗവാന്റെ ഓരോരോ ലീലകളാണ് എല്ലാം എന്നുള്ള ആ ഓർമ്മ നമ്മൾ എപ്പോഴും വെച്ചുകൊണ്ട് ഭഗവാന്റെ കാർവണ്ണൻ തന്റെ രൂപം നമ്മൾ കേശാദിപാദം കണ്ട് ആനന്ദമായിട്ട് ജീവിക്കണം എന്നുള്ള. കാർവണ്ണന്റെ രൂപം കേശാദിപാദം കണ്ടിട്ട് ആനന്ദമായിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാലോ എല്ലാം മറന്ന് നമ്മളെ ഭഗവാനും അനുഗ്രഹിക്കും, നമ്മളും മറന്നു പോകും. ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തൊഴുതിട്ട് എത്ര തൊഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും മതി വരുമോ ഇല്ല. തൊഴുതിട്ടും കൊതിതീരുന്നില്ലല്ലോ. ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ എന്നാ പറയുന്നത്. നമ്മളെ പിന്നെയും എത്ര ലൈനാണെന്നുണ്ടെങ്കിലും ഒന്നുകൂടെ ഒന്ന് പോയി തരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഇത്രയും മതി, ഭഗവാനെ കണ്ടത് ഇത്രയും മതി എന്നുള്ള ആ ഒരു ഭാവം നമ്മളിലുണ്ടോ? ഇല്ല. അതാണ് പറയുന്നത്, തൊഴുതിട്ടും കൊതിത്തീരുന്നില്ലല്ലോ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ. ഹേ ശ്രീകൃഷ്ണ, എത്ര അങ്ങേ കണ്ടു കഴിഞ്ഞാലും ഞങ്ങൾക്ക് മതി വരുന്നില്ലല്ലോ ഭഗവാനേ എന്നാണ്. എന്തുകൊണ്ടാണ്? കിശോര രൂപത്തിലാണ് നമ്മൾ അവിടെ കാണുന്നതെന്നുള്ളത്. കണ്ണനെ എത്ര കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും ഭഗവാനെ എത്ര വണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് സമയമില്ലാത്ത പാടേ ഉള്ളൂ എന്നുള്ളതാ. നമ്മളെ ആ ഒരു രൂപം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹൃദയം എപ്പോഴും പരിശുദ്ധമാക്കി വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ ഭഗവാൻ വന്നിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഷഡ്വൈരികളാണ് അതിനകത്തുള്ളത്. എല്ലാ കാമക്രോധം മോഹലോപം മത മാത്സര്യം കൊണ്ട് അങ്ങനെ അങ്ങ് നിറച്ചിരിക്കുക. ആ നിറച്ചിരിക്കുന്ന ഹൃദയത്തിൽ ഭഗവാൻ എങ്ങനെ വരാൻ പറ്റും? ഭഗവാൻ വരാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഹൃദയം വെള്ള പോലെ മൃദുലമായിരിക്കണം, എന്നാൽ മാത്രമേ ഭഗവാൻ അവിടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. അന്നേരം ആ മൃദുലതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എല്ലാവിധ പുണ്യകർമ്മങ്ങളിലും ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ജീവിതം വളരെ ആനന്ദകരമായി മാറും. യാതൊരുവിധ സംശയവും അത് വേണ്ട. ഭഗവാന്റെ ആ ഒരു താളലയം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വേണു ആ നാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാതോർത്ത് നിൽക്കുക. ആ കാതോർമ്മയിൽ തന്നെ നമുക്കതെന്നുണ്ടെങ്കിൽ ആനന്ദപ്രകടിതാവും. കൈശോര രൂപം നമ്മുടെ മനസ്സിലെപ്പോഴും ഭഗവാന്റെ ആ ഒരു പൊന്ന് തിരുമുഖം എപ്പോഴും നമ്മൾ കേശാദിപാദം തൊട്ട് നമ്മൾ കാണുക. അല്ലെങ്കിൽ പാദാദി കേശം തൊട്ട് ഭഗവാന്റെ ആ രൂപം മനസ്സിൽ നമ്മൾ വിചാരിക്കുക. തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തരും. യാതൊരുവിധ അതിനൊരു ശങ്ക വേണ്ട കേട്ടോ.
ആ ശങ്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭഗവാൻ കുറെ ഇട്ട് നമ്മളെ കളിപ്പിക്കും. പക്ഷെ ആ തൃപ്പാദത്തിലെ മുറുകെ പിടിച്ചോണം. എങ്ങനെയാ ഗോപികമാരെങ്ങനെയാ പുണ്യകാലിന്തിയിൽ ആടകയിലില്ലാതെ പെണ്ണുങ്ങൾ എന്തിനായി വന്നിറങ്ങി വന്നിന്റെ ചാരത്ത് കൈകൂപ്പി നിൽക്കുക സുന്ദരിമാരെ ഞാൻ ആട നൽകാം. ഭഗവാനെ ഇങ്ങനെ പറഞ്ഞു, എന്താ സുന്ദരിമാർക്ക് ആട തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വന്നിട്ട് ശരണം പ്രാപിക്കണമെന്ന് പറഞ്ഞു. ആദ്യം ഈ സുന്ദരിമാർ എന്ത് ചെയ്തു? യമുനയിലെ ഡിസംബറിലെ തണുപ്പാണെന്ന് ഓർത്തോണം കാർത്യായനി വ്രതം എടുക്കുന്ന സുന്ദരിമാരെ അവരുടെ ചേലയാണ് ഭഗവാൻ കൊണ്ടുപോയിരിക്കുന്നത്. വിറച്ച് തീർച്ചിട്ട് ആദ്യം പറഞ്ഞു ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും നന്ദഗോപരോട് എന്ന് പറയും എന്നൊക്കെ പറഞ്ഞു. ചെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അവരെന്താ ചെയ്തത്? ആ ശരീരബോധം ഉപേക്ഷിച്ചു. ആ ശരീരബോധം ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ തൃപ്പാദത്തില് അവര് ശരണം പ്രാപിച്ചു. ശരണം പ്രാപിച്ച സമയത്തുണ്ടല്ലോ അവരുടെ എല്ലാ മനോകാമനകളും മനോവാഞ്ചിതങ്ങളും പൂർണ്ണമാക്കി കൊടുത്തു എന്നുള്ളതാ ഭഗവാനെ. ഉണ്ട് എല്ലാം. ഭഗവാന് അവർക്ക് എന്തായിരുന്നു? ഭഗവാന്റെ ആ ഒരു സാമീപ്യമായിരുന്നു അവർക്ക് വേണ്ടുന്നത്. ആ സാമീപ്യത്തിൽ അവരെല്ലാം മറന്ന് ആനന്ദ നൃത്തമാടി എന്നുള്ളതാ, രാസനൃത്തമായി ആടി എന്നുള്ളതാ. അതുകൊണ്ട് ഭഗവാൻ നമ്മളെയും എല്ലാ വിധത്തിലും അനുഗ്രഹിക്കും. ആ തൃപ്പാദത്തിൽ മുറുകെ പിടിച്ചോളും. നിങ്ങൾ യാതൊരുവിധ ശങ്കയും വേണ്ട. എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പന്റെ തൃപ്പാദത്തിൽ നമുക്ക് നാരായണനെ സമർപ്പിക്കാം. നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ദശക 24 പ്രഹ്ലാദ ചരിതം. അത് മാത്രമല്ല നരസിംഹ അവതാരമാ വരുന്നത് എന്ന് ആലോചിച്ചു പോലും. ഭഗവാന്റെ ഓരോ കാരുണ്യം ഇത്രയൊക്കെ നമുക്ക് യാതൊരു മുടക്കവും കൂടാതെ എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അത് തന്നെ നിങ്ങൾക്കും വരാൻ പറ്റുന്നുണ്ടല്ലോ. അത് തന്നെ നമുക്ക് ഭഗവാൻ നമ്മളിൽ ചൊരിയുന്ന ഒരു കാരുണ്യം. ആ കാരുണ്യം എപ്പോഴും മുന്നോട്ടുണ്ടാവണമേ എന്നുള്ള പ്രാർത്ഥന നിങ്ങൾക്കും വേണം. എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ ആ ആനന്ദവും ആനന്ദപ്രദമായിട്ടുള്ള ഒരു സ്നേഹഭരിതമായിട്ടുള്ള ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ക്ലാസ് നിർത്താം. ഹരേ കൃഷ്ണ. ഹരി